സ്വദേശിയാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക കോളേജിൽ മലയാള സാഹിത്യത്തിൽ ബിരുദവും ആലുവ യുസി കോളേജിൽ ബിരുദാന്തര ബിരുദവും പൂർത്തിയാക്കി. കൂടാതെ നെറ്റ്, JRF എന്നീ യോഗ്യത നേടിയ വ്യക്തി കൂടിയാണ്. പാഠപുസ്തകത്തിലെ സ്ത്രീസ്വത്വ നിർമ്മിതി കേരള സ്കൂൾ പാഠപദ്ധതിയിലെ പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പഠനം എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ എൻ്റെ സഹപാഠിയുമായ ഡോക്ടർ അക്ഷയ TS സ്നേഹപൂർവ്വം പുസ്തക അവതരണത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെ ഒരു പുസ്തകം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഒരു വായനക്കാരി എന്ന നിലയിൽ പേരുകൊണ്ട് തന്നെ എന്നെ വല്ലാതെ ആകർഷിച്ച പെൺതിര എന്ന പുസ്തകമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു ഗവേഷണ ഗ്രന്ഥമെന്നോ വിജ്ഞാനകോശമെന്നോ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ സമഗ്രമായ അവതരണത്തിന് സാധ്യതയുള്ള പുസ്തകമാണിതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ. ഞാൻ ഇന്നിവിടെ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ് ചെയ്യുന്നത്. ഡോക്ടർ അനു പാപ്പച്ചൻ മാം രചിച്ച പെൺതിര എന്ന പുസ്തകം 2026 ജനുവരിയിൽ മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. അതിനു മുന്ന് ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിൽ ഇതിലെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ 445ഓളം പേജുകളുള്ള ബൃഹത്തായ ഒരു പുസ്തകമാണിത്. മലയാള സിനിമയിലെ സ്ത്രീ സാന്നിധ്യ ചരിത്രത്തെ വീണ്ടെടുക്കുകയും പുനർവായിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന സമഗ്ര പഠനമാണിതെന്ന് പറയാം. 35 അധ്യായങ്ങളിലൂടെ മലയാള സിനിമയിലെ പെണ്ണുങ്ങളുടെ തിരജീവിതത്തെയും തിരജീവിതം സാധ്യമാക്കിയ വ്യക്തിത്വ സവിശേഷതകളെയും ജീവിത സാഹചര്യങ്ങളെയും അതിലൂടെ പൊതുസമൂഹം നിർമ്മിച്ചെടുത്തിട്ടുള്ള വാർപ്പു മാതൃകകളുടെ നിർമ്മിതികളെയും വിമർശനാത്മകമായി വിലയിരുത്തുകയാണ് എഴുത്തുകാരി ഈ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത്. മലയാളത്തിരയിൽ ജീവിതവും കലയും സമർപ്പിച്ച പെണ്ണുങ്ങൾക്ക് സമർപ്പിച്ച ഈ പുസ്തകം ദൃശ്യതയുണ്ടായിരുന്നിട്ടും അദൃശ്യരാകേണ്ടി വന്ന മലയാള സിനിമയിലെ സ്ത്രീ നായികമാരെ അവരർഹിക്കുന്ന പ്രാധാന്യത്തോടെ അടയാളപ്പെടുത്തുന്ന ചരിത്ര പുസ്തകമാണെന്ന് പറയാം. എഴുതപ്പെട്ട ചരിത്രങ്ങളിൽ നിന്ന് തമസ്കരിക്കപ്പെട്ടവരെ, അദൃശ്യരാക്കപ്പെട്ടവരെ പിന്നീടുള്ള പുനർവായനകൾ വീണ്ടെടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളെ. എഴുതപ്പെട്ട ചരിത്രങ്ങളിലെല്ലാം പുരുഷന്റെ ആധിപത്യവും സ്ത്രീയുടെ അദൃശ്യതയുമാണ് ഉള്ളതെന്ന് കാണാവുന്നതാണ്. ആ ചരിത്രത്തെ പുനർവായിച്ചപ്പോൾ അദൃശ്യരാക്കപ്പെട്ടവരുടെ ചരിത്രം മറനീക്കി പുറത്തു വരികയും അദൃശ്യരാക്കപ്പെട്ടവരുടെ സാന്നിധ്യവും പങ്കാളിത്തവും അടയാളപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വായിക്കപ്പെടേണ്ടതും അത്രമാത്രം പ്രാധാന്യമുള്ളതുമായ ഒരു പുസ്തകമാണ് പെൺതിര എന്ന് പുസ്തകത്തിന്റെ ആമുഖത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇങ്ങനെ ഒരു പുസ്തകം നമുക്ക് ലഭിച്ചതിന്, ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയതിന് അനു മാമിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അഭിനന്ദനവും എല്ലാം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ പ്രശസ്തിയേക്കാൾ പ്രസക്തിയാൽ അടയാളപ്പെടേണ്ടുന്നവരെ കുറിച്ചാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തകം ആരംഭിക്കുന്നത്. മലയാള സിനിമയുടെ സമകാലത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഒളിമങ്ങി തുടങ്ങുന്ന ഈ സാഹസ ജീവിതങ്ങളെ സ്നേഹപൂർവ്വം ചേർത്തു പിടിക്കേണ്ടതിന്റെ അനിവാര്യതയുണ്ട്. പുരുഷാധിപത്യം നിയന്ത്രിക്കുന്ന ചലച്ചിത്ര വ്യവസായത്തിൽ പൊരുതി നിന്ന പെണ്ണുങ്ങളുടെ വീറിനെ നമിച്ചുകൊണ്ട് ഈ താളുകളിലേക്ക് കടക്കുക എന്ന് ആമുഖത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് എഴുത്തുകാരി. മലയാള സിനിമയുടെ വളർച്ചയിൽ ഈ സാഹസ ജീവിതങ്ങൾക്ക് അതുല്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് ഈ പുസ്തകം വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സ്ത്രീവാദ ചരിത്രത്തിന്റെ സൈദ്ധാന്തിക പശ്ചാത്തലം ഓരോ എഴുത്തിനെയും കൂടുതൽ വസ്തുനിഷ്ഠമാക്കുകയും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ ആഴത്തിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മലയാള സിനിമയിലെ ആദ്യകാല സ്ത്രീ കഥാപാത്രങ്ങളെയും വെള്ളിത്തിരയിൽ ജീവിതം ജീവിച്ചു തീർത്ത സ്ത്രീകളെയും ലിംഗപദവിയെ സംബന്ധിച്ചുള്ള സൈദ്ധാന്തിക ചിന്താധാരകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് പുതിയൊരു ചരിത്രം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തില്. മലയാള സിനിമയുടെ ആദ്യ നായിക PK റോസി മുതൽ ആരംഭിക്കുന്ന പെൺതിര ചരിത്രത്തിന്റെ ആഴത്തിലുള്ള രേഖപ്പെടുത്തലാണ് പുസ്തകം എന്ന് പറയാം. ചലച്ചിത്ര വ്യവസായ ലോകവും പ്രേക്ഷക മനസ്സും ആഘോഷിച്ച, വിസ്മരിച്ച, വീണ്ടെടുത്ത അനേകം നടിമാരുടെ തിരജീവിതാഖ്യാനത്തിലൂടെ മലയാള സിനിമയുടെ തന്നെ ബദൽ ചരിത്രം രചിക്കുകയാണ് ഈ പുസ്തകം എന്ന് പറയാവുന്നതാണ്. മലയാള സിനിമയിലെ ആദ്യത്തെ നടിയായ PK റോസി മുതൽ ആദ്യ 4 ദശകങ്ങളിൽ തിരശീലയിൽ തെളിഞ്ഞ സ്ത്രീകളെ ഓരോ അധ്യായത്തിലും സമഗ്രമായി അവതരിപ്പിച്ചിട്ടുണ്ട്.
ഒരു സിനിമാ നടിയായി എന്നതിന്റെ പേരിൽ മാത്രം കേരളത്തിലെ സവർണബോധവും ജാതി മേധാവിത്വവും ആണാധിപത്യവും ഒരു സ്ത്രീയെ ആക്രമിച്ചതിന്റെ കഥയാണ് പി. കെ. റോസി തീകൊണ്ടെഴുതിയ ജീവിതം എന്ന 1-ാം അധ്യായത്തിലൂടെ തുറന്നുകാട്ടുന്നത്. ചരിത്രത്തിൽ ചിതറിത്തെറിച്ചുപോയ പെണ്ണാണ് പി. കെ. റോസി. സവർണതയുടെ രക്ഷാകർതൃത്വത്തിൽ എഴുതപ്പെട്ട ചരിത്ര പുസ്തകങ്ങളിൽ വിത്തും വേരുമില്ലാതെ അന്ധകാരത്തിലേക്ക് മറഞ്ഞുപോയവൾ എന്ന പരിചയപ്പെടുത്തലിലൂടെ അന്നുവരെ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത ഒരു മാധ്യമത്തിൽ അതിന്റെ സാങ്കേതിക ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് അഭിനയിക്കാൻ തയ്യാറായി വന്ന ധീരവനിതയാണ് പി. കെ. റോസി എന്ന് സമർത്ഥിച്ചുകൊണ്ട് സ്ത്രീകൾ സിനിമ കാണുന്നത് പോലും കുറ്റകരമായി കണ്ടിരുന്ന ഒരു കാലത്ത് ധൈര്യത്തോടെ നിശ്ചയദാർഢ്യത്തോടെ മറ്റാരും ഏറ്റെടുക്കാത്ത സാഹസികതയിലൂടെ മലയാള സിനിമയുടെ ആദ്യ നായികാവിഷ്കാരം ഭംഗിയാക്കിയ റോസിയെ തീട്ടു കത്തിച്ച കുടിലിൽ നിന്ന് ജീവനു വേണ്ടി ഒരു സ്ത്രീ ഓടിയ ഓട്ടവും ആരും അറിയാതെ പോയ ഭൂതകാലവും സഹതാപത്തോടെയല്ല നമ്മൾ ഇനിയും അടയാളപ്പെടുത്തേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് 1-ാം അധ്യായം അവസാനിക്കുന്നത്. തുടർന്നങ്ങോട്ട് ഒറ്റയൊറ്റ നക്ഷത്രങ്ങൾ എന്ന അധ്യായത്തില് ദേവകിബായ്, എം. കെ. കമലം, കെ. എൻ. ലക്ഷ്മി, സി. കെ. രാജം എന്നീ നടിമാരെയും, മുൻപേ പറഞ്ഞ പക്ഷി എന്ന അധ്യായത്തിൽ മിസ് കുമാരിയെയും, ആറന്മുള പൊന്നമ്മ, അമ്മ വേഷങ്ങൾക്കപ്പുറം എന്ന അധ്യായത്തിൽ ആറന്മുള പൊന്നമ്മയെയും, പ്രതിനായിക എന്നതിൽ പങ്കജവല്ലിയെയും, തിരുവിതാംകൂർ സിസ്റ്റേഴ്സ് എന്നതിൽ ലളിത, പത്മിനി, രാഗിണി എന്നീ നടികളെയും, അഭ്രപാളിയിലെ മൊഞ്ചത്തി എന്നതിൽ അംബികയെയും, സുകുമാരി മുതൽ സുകുമാരി വരെ എന്നതിൽ സുകുമാരിയെയും, വെൺതിരൈ വാണി എന്നതിൽ ടി. ആർ. ഓമനയെയും, ദൈവത്തിരുമക്കൾ എന്നതിൽ വിനോദിനിയെയും, മെറിലാൻഡിന്റെ സഹനായിക എന്നതിൽ കെ. വി. ശാന്തിയെയും, നിമ്നോന്നതങ്ങളുടെ തിരജീവിതം എന്നതിൽ ശോഭയെയും, അമ്മ പ്രേമ മേനോനെയും, ഇതര വാഴ്വുകൾ എന്നതിൽ കുമാരി തങ്കത്തെയും, വി. എസ്. സരോജ, ട്രെൻഡ് സെറ്ററുകളുടെ നായിക എന്നതിൽ വി. എസ്. സരോജയെയും, അടൂർ സിസ്റ്റേഴ്സ് എന്നതിൽ അടൂർ ഭവാനി, അടൂർ പങ്കജം എന്നിവരെയും, ഗ്രേസി എന്ന രാജശ്രീയിൽ രാജശ്രീയെയും, പുന്നഗൈ അരശി തിരയിലെ ദേവത എന്നതിൽ കെ. ആർ. വിജയയെയും, ഫിലോമിന എന്ന പ്രതിഭാസത്തിൽ ഫിലോമിനയെയും, മലയാളത്തിന്റെ സ്വന്തം ശാരദയിൽ ശാരദയെയും, മാതൃഭാവം എന്ന ഇമേജ് ട്രാപ്പിൽ കവിയൂർ പൊന്നമ്മയെയും, ബേബി സുമതി, കൊച്ചു വലിയ നടി എന്നതിൽ സുമതിയെയും, കാണിയുടെ കാംക്ഷകൾ എന്നതിൽ സാധനയെയും, വിജയനിർമ്മലയിൽ വിജയനിർമ്മലയെയും, മലയാള സിനിമയിലെ ഏറനാടൻ വീറ് എന്നതിൽ നിലമ്പൂർ ആയിഷയെയും, മലയാളിയുടെ മഹാനടിയിൽ ഷീലയെയും, ഒന്നല്ല ഒരുപാട് ഖദീജമാർ എന്നതിൽ സി. പി. ഖദീജയെയും, ജ്യോതിലക്ഷ്മി തിരനർത്തനത്തിലെ ശരീരപ്രഭാവം എന്നതിൽ ജ്യോതിലക്ഷ്മിയെയും, മറവിക്കു മായ്ക്കാനാവാതെ എന്നതിൽ കമലാദേവിയെയും, അരങ്ങൊഴിയാത്ത അഭിനേത്രിയിൽ വിജയകുമാരിയെയും, പ്രണയകാമനകളുടെ തിരശരീരത്തിൽ ജയഭാരതിയെയും, അയൽപ്പക്കത്തെ പെൺകുട്ടിയിൽ വിധുബാലയെയും, പെണ്ണ് പൂക്കുന്നിടത്തിൽ കനകദുർഗയെയും, വിജയശ്രീ, വെള്ളിത്തിരയിലെ രക്തസാക്ഷ്യത്തിൽ വിജയശ്രീയെയും, വെള്ളിത്തിരയിലെ ചെമ്പരത്തിയിൽ റോജാരമണിയെയും അടയാളപ്പെടുത്തുന്നതിലൂടെ മലയാള സിനിമയിലെ ആദ്യകാല നടിമാരെ സമഗ്രമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ അധ്യായത്തിന്റെ ശീർഷകവും ഉള്ളടക്കത്തെ അന്വർത്ഥമാക്കും വിധം അനുയോജ്യമായി ചിട്ടപ്പെടുത്താൻ പുസ്തകത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ സിനിമാ പൂർവ്വ ജീവിതവും സിനിമാനന്തര ജീവിതവും ആ സ്ത്രീ സിനിമയിലും സമൂഹത്തിലും സൃഷ്ടിച്ച പൊതുബോധവും സ്വാധീനവും ലിംഗപരമായ കാഴ്ചപ്പാടിലൂടെ വിശകലനം ചെയ്തുകൊണ്ടാണ് പുസ്തകത്തിലെ ഓരോ അധ്യായവും പൂർണ്ണമാകുന്നത്. ആദ്യകാല നടിമാരിൽ കാണുന്ന പൊതു സവിശേഷത മിക്കവരും കലാവാസനയുള്ളവരായിരുന്നു എന്നതാണ്. കലയോടുള്ള അഭിരുചിയും കലാപശ്ചാത്തലവും നാടകാഭിനയവും മിക്ക നടിമാരിലും സമാനമായി കാണാവുന്നതാണ്. സമാനമായി പറയാവുന്ന മറ്റൊരു കാര്യം ഇന്നത്തെ ഭൂരിഭാഗം നടിമാരെ പോലെ അന്നത്തെ നടിമാരും വിവാഹാനന്തരം സിനിമാ ജീവിതം ഉപേക്ഷിച്ചു എന്നതാണ്. അതുപോലെ മിക്കവരും സ്വന്തം നാമത്തെ സിനിമാ പ്രവർത്തകരിലൂടെ പരിഷ്കരിച്ച് പുതിയ നാമം സ്വീകരിച്ചവരാണ്. രാജമ്മ റോസി ആയതും ത്രേസ്യാമ്മ മിസ് കുമാരി ആയതും തുടങ്ങി നിരവധി ഉദാഹരണങ്ങൾ പുസ്തകത്തിലുണ്ട്. ഓരോ അധ്യായത്തിലും തിരഞ്ഞെടുത്തിട്ടുള്ള സിനിമാ നടികളെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ആ നടിമാരുടെ അസാധാരണമായ കലാവൈദഗ്ധ്യവും കഴിവും കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. സുകുമാരി മുതൽ സുകുമാരി വരെ എന്ന അധ്യായം നോക്കുമ്പോൾ സുകുമാരിക്ക് വഴങ്ങാത്ത കഥാപാത്രങ്ങളില്ല എന്നതാണ് മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് കൊണ്ട് ഈ അഭിനേത്രി നേടിയെടുത്ത ടാഗ്ലൈൻ.
വ്യത്യസ്തമായ ഒരു അവസരം വന്നാൽ അത് മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്ത വിധം സ്വമുദ്രയുള്ളതാക്കാൻ സുകുമാരിക്ക് കഴിഞ്ഞുവെന്ന് പറഞ്ഞ് സുകുമാരിയെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഫിലോമിന എന്ന പ്രതിഭാസം എന്നതിൽ ഫിലോമിനൻ കഥാപാത്രങ്ങളിൽ നിന്ന് ഏത് ആൺകൂട്ടത്തെയും നേരിടാൻ ഒരു ഫിലോമിന മതി എന്ന് കാണിക്ക് ബോധ്യം വരും വിധം ശക്തമായി തന്റെ പെൺസ്വത്വം വിവിധ കഥാപാത്രങ്ങളിലൂടെ തിരശീലയിൽ ആവിഷ്കരിക്കാൻ ഈ അഭിനേത്രിക്ക് കഴിഞ്ഞു എന്ന് ഫിലോമിനയെയും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് പുസ്തകം. സമൂഹത്തിലെ അധികാര വ്യവസ്ഥയെ അതേപടി നിലനിർത്താൻ പ്രത്യയശാസ്ത്ര ഭരണകൂട ഉപകരണങ്ങൾ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് ഫ്രഞ്ച് മാർക്സിസ്റ്റ് ചിന്തകനായ അൽത്യൂസർ പറയുന്നുണ്ട്. ഈ സിദ്ധാന്തം അനുസരിച്ച് സമൂഹത്തിലെ അധികാരവർഗത്തിന്റെ അധീശത്വ താല്പര്യങ്ങളെ നിലനിർത്താനും സ്ഥാപിച്ചെടുക്കാനുമുള്ള ശക്തമായ ഒരു പ്രത്യയശാസ്ത്ര ഉപാധിയാണ് സിനിമ എന്ന് പറയാം. സിനിമ എന്തായിരിക്കണമെന്ന ആണധികാര സമൂഹത്തിന്റെ സ്ത്രീ എന്തായിരിക്കണമെന്ന ആണധികാര സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ സിനിമയിലൂടെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഒരു നല്ല സ്ത്രീ എന്തായിരിക്കണം, ഒരു നല്ല കുടുംബിനി എന്തായിരിക്കണം, ഒരു നല്ല ഭാര്യ എന്തായിരിക്കണം, ഒരു നല്ല മാതാവ് എന്തായിരിക്കണം എന്ന് തുടങ്ങി പുരുഷാധികാര സമൂഹം നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഉത്തമ സ്ത്രീ നിർവചനങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ സിനിമ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് പെൺതിര എന്ന പുസ്തകത്തിലൂടെ എഴുത്തുകാരി തുറന്നു കാട്ടുന്നുണ്ട്. മാതൃഭാവം എന്ന ഇമേജ് ട്രാപ്പ് എന്ന അധ്യായത്തിലൂടെ കവിയൂർ പൊന്നമ്മയിലൂടെയും ആറന്മുള പൊന്നമ്മ അമ്മ വേഷങ്ങൾക്കപ്പുറം എന്ന അധ്യായത്തിൽ ആറന്മുള പൊന്നമ്മയിലൂടെയും സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞു കവിയുന്ന മാതൃത്വത്തെ നിർമ്മിച്ചെടുക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയത്തെ വിമർശനാത്മകമായി വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒന്നാണ്, നല്ല അമ്മയെയും നല്ല സ്ത്രീയെയും നിർമ്മിച്ചെടുക്കുമ്പോൾ തന്നെ ചീത്ത സ്ത്രീയുടെയും ചീത്ത അമ്മയുടെയും മാതൃകകളും സിനിമയിലൂടെ നിർമ്മിച്ചെടുത്തിട്ടുണ്ടെന്നത്. പ്രതിനായിക എന്ന അധ്യായത്തില് പങ്കജവല്ലിയുടെ സ്ത്രീ കഥാപാത്രങ്ങളെ അത്തരത്തിൽ വായിക്കുന്നുണ്ട്. സ്ത്രീയുടെ സ്വത്വത്തിനും അഭിപ്രായത്തിനും പ്രാധാന്യം നൽകാതെ പുരുഷന്റെ കാമനകൾക്കനുസരിച്ച് പെൺശരീരങ്ങളെ വെള്ളിത്തിരയിൽ എപ്രകാരം പുനർനിർമ്മിച്ചുവെന്ന് പ്രണയകാമനകളുടെ തിരശരീരം, ജ്യോതിലക്ഷ്മി, തിരനർത്തനത്തിലെ ശരീരപ്രഭാവം എന്നീ അധ്യായങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സമാനതകൾ സൃഷ്ടിച്ച് സിനിമ എങ്ങനെയാണ് ചില നിശ്ചിത ചട്ടക്കൂടുകളിൽ സ്ത്രീയെ ഒതുക്കി നിർത്തുന്നതെന്ന് പുസ്തകം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. ദൈവത്തിരുമുക്കൾ എന്ന അധ്യായത്തിൽ ബാലകഥാപാത്രങ്ങളെയും പുന്നകൈ അരശി തിരയിലെ ദേവത എന്നതിൽ ദേവതാ കഥാപാത്രങ്ങളെയും മാതൃഭാവം എന്ന ഇമേജ് ട്രാപ്പ് എന്നതിൽ അമ്മ കഥാപാത്രങ്ങളെയും വിജയനിർമ്മല എന്നതിൽ പ്രേത കഥാപാത്രങ്ങളെയും വിശകലനം ചെയ്യുന്നതിലൂടെ മലയാള നടിമാരെ കൃത്യമായ ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കി നിർത്തുന്നത് എങ്ങനെയാണെന്ന് തുറന്നു കാണിക്കുന്നുണ്ട്. പുസ്തകത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഓരോ അധ്യായവും ഓരോ നടിമാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും പരാമർശിക്കപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ പങ്കുവെക്കുന്നു എന്നാണ്. ധാരാളം കൃതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പാശ്ചാത്യ സ്ത്രീവാദ ചിന്തകളും സ്ത്രീവാദത്തിന്റെ സൈദ്ധാന്തിക പരിസരവും പുസ്തകത്തെ കൂടുതൽ വസ്തുനിഷ്ഠമാക്കുകയും സമഗ്രമാക്കുകയും ചെയ്യുന്നുണ്ട്. ലിംഗപദവിയെ സംബന്ധിച്ചുള്ള സമകാലിക വായനകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു റഫറൻസ് ഗ്രന്ഥമാണിതെന്ന് ഉറപ്പിച്ചു പറയാവുന്നതാണ്. നിരന്തരമായ അന്വേഷണങ്ങളിലൂടെയും കണ്ടെത്തലുകളിലൂടെയും ഫലമായിട്ടാണ് ഇന്ന് ഈ പുസ്തകം നമ്മളുടെ മുന്നിൽ എത്തിയതെന്ന് പുസ്തകത്തിന്റെ ആദ്യ വായനയിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമാകുന്നതാണ്. എത്രയോ സിനിമകളുടെ കാഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ട യാത്രകൾ, അന്വേഷണങ്ങൾ, കണ്ടെത്തലുകൾ, അങ്ങനെ സമർപ്പിതമായ ഒരു ഗവേഷണ യത്നം തന്നെയാണ് ഇങ്ങനൊരു പുസ്തകം സാധ്യമാക്കിയതെന്ന് തീർത്തു പറയാവുന്നതാണ്. ഇക്കാര്യത്തിൽ അനു മാമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ ഈ പുസ്തകത്തെ ആകർഷിക്കുന്നതിന് ഒരു പ്രധാന ഘടകം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ്. അത്രമേൽ ശക്തവും തീവ്രവുമായ ഭാഷയാണ് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞു വെക്കുന്ന ചിന്തകളെയും നിലപാടുകളെയും വായനക്കാരുടെ ഹൃദയത്തെ സ്പർശിക്കത്തക്ക വിധം അടയാളപ്പെടുത്താൻ പെൺതിരയിലെ ഭാഷയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ പുസ്തകം വായിച്ചു തീർത്തത്. അപ്പൊ അത്രയും ഒഴുക്കോടെ ഉള്ള ഒരു വായന സാധ്യമാക്കിയത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ്. പക്ഷെ ഇനിയും പുസ്തകം വായിക്കേണ്ടതുണ്ടെന്ന് പുസ്തകത്തിന്റെ ആദ്യ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ്, ധാരാളം തുടർ പഠന സാധ്യതകളിലേക്ക് പുസ്തകം വെളിച്ചം വീശുന്നുണ്ട്. എന്തായാലും മനുഷ്യരെന്ന നിലയിൽ, മലയാളികൾ എന്ന നിലയിൽ, സ്ത്രീ എന്ന നിലയിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു അപൂർവ ചരിത്ര പുസ്തകമാണ് പെൺതിര എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.
മറഞ്ഞുപോയ മലയാളി നടിമാരുടെ ജീവിതത്തെയും കാലത്തെയും വായനക്കാരിൽ അനുഭവവേദ്യമാക്കാൻ ഈ പുസ്തകത്തിന്റെ വായനയ്ക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി അക്ഷയേച്ചി. പെൺതിര എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ഡോക്ടർ അനു പാപ്പച്ച മിസ്സിനെ ഇന്ന് നമ്മോടൊപ്പം ഈ പരിപാടിയിൽ ചേർന്നിട്ടുണ്ട്. മിസ് തൃശൂർ സ്വദേശിയാണ്. മലയാള സാഹിത്യത്തിൽ ആലുവ സെന്റ് സേവിയസ് കോളേജിൽ നിന്ന് 1ാം റാങ്കോടെ ബിരുദവും കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് 1ാം റാങ്കോടെ ബിരുദാന്തര ബിരുദവും പൂർത്തിയാക്കി. ജേർണലിസത്തിൽ ഡിപ്ലോമയും സാഹിത്യത്തിന്റെ ഭാവവിനിമയം രേഖാചിത്രങ്ങളിലൂടെ എന്ന വിഷയത്തിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. മനോരമ ന്യൂസിൽ മാധ്യമ പ്രവർത്തിക്കുകയായിരുന്നു. 2008 മികച്ച ചലച്ചിത്രോത്സവ റിപ്പോർട്ടിനുള്ള സംസ്ഥാന പുരസ്കാരം നേടി. നടി ശാരദയെക്കുറിച്ച് എഡിറ്റ് ചെയ്ത പുസ്തകം ശാരദ പ്രഭ 2019 ചലച്ചിത്ര അക്കാദമി പുറത്തിറക്കി. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജൂറി, സാഹിത്യ അക്കാദമി അവാർഡ് പ്രിലിമിനറി ജൂറി, IDSFFK സെലക്ഷൻ കമ്മിറ്റി, KR മോഹനൻ ഫിലിം ജൂറി ഉൾപ്പെടെ നിരവധി കമ്മിറ്റികളിലും പങ്കാളിത്തം വഹിച്ചു. 2024 US സർക്കാരിന്റെ ഇന്റർനാഷണൽ വിസിറ്റ് ഫെലോഷിപ്പിന് അർഹയായി. 2015 മികച്ച അധ്യാപികയ്ക്കുള്ള ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി അവാർഡും 2025 മികച്ച ഭാഷാ അധ്യാപികയ്ക്കുള്ള സംസ്ഥാന PTA അവാർഡും നേടി. 2009 മുതൽ തൃശൂർ വിമല കോളേജിൽ മലയാള വിഭാഗത്തിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. മിസ്സിനെ സ്നേഹപൂർവ്വം എഴുത്തനുഭവങ്ങൾ പങ്കുവെക്കുന്നതായി സ്വാഗതം ചെയ്യുന്നു. ഹലോ, SNM ട്രെയിനിങ് കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിൻസിപ്പൽ, ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള കൃഷ്ണകുമാർ സാർ, ഹീര ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, പ്രത്യേകിച്ചും ഇന്ന് പരിപാടി അവതരിപ്പിച്ച ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയ ഡോക്ടർ അക്ഷയ, ഇത് ആങ്കർ ചെയ്ത മറ്റ് കുട്ടികൾ, എല്ലാവരോടും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എൻ്റെ പ്രത്യേക സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. ഞാനൊരു യാത്രയിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വീഡിയോ ഓൺ ആക്കാത്തത്, അതിൽ ക്ഷമിക്കണം. ഒരുപക്ഷെ 2019 എഴുതി തുടങ്ങിയ ലേഖനങ്ങളാണ്. അക്ഷയ അതിൽ തന്നെ സൂചിപ്പിച്ചു, ദേശാഭിമാനിയിൽ ഒരു കോളം എഴുതുക എന്നുള്ള ആശയവുമായിട്ട് ദേശാഭിമാനി സമീപിച്ചപ്പോൾ പ്രമുഖരായ നടിമാരുടെ എല്ലാവരും അറിയുന്ന നടിമാരുടെ പ്രൊഫൈൽ എഴുതുക എന്നുള്ളൊരു ആവശ്യമാണ് ദേശാഭിമാനിയിൽ നിന്നുണ്ടായത്. ആ സമയത്ത് പോലും അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നടിമാരെ തുടങ്ങി തീർച്ചയായിട്ടും ആദ്യ നടി മുതൽ ഇന്നത്തെ പാർവതിയിൽ എത്തുന്ന അങ്ങനെ ഒരു ചരിത്രം എഴുതുക, അതിൽ പ്രധാനപ്പെട്ട നടിമാരുടെ പ്രൊഫൈൽ എഴുതുക എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ PK റോസി എന്ന് പറയുന്ന നമ്മുടെ ആദ്യ ചരിത്ര നായികയെ എഴുതാൻ ശ്രമിച്ചത് മുതൽ തന്നെ ഒരു പ്രൊഫൈൽ എഴുത്തായിട്ട് ഇത് എഴുതുന്നത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അനീതിയാകുമെന്നും നേരത്തെ പക്ഷേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമകാലത്ത് എന്തുകൊണ്ടാണ് ചരിത്രത്തെ നമ്മൾ വീണ്ടും വായിക്കേണ്ടത്, ചരിത്രത്തെ നമ്മൾ തിരുത്തേണ്ടത്, ഒരു ബദൽ എന്തുകൊണ്ട് നമ്മൾ ചരിത്രത്തിൽ ഉണ്ടാക്കണം എന്നുള്ള ചിന്തകൾ നമ്മൾ എല്ലാവരെയും പോലെ ഇന്നത്തെ കാലത്ത് എനിക്ക് ഉറപ്പാണ് നമ്മുടെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ചിന്തകളുണ്ട് എന്നുള്ളത്. അപ്പൊ അത്തരത്തിലാണ് PK റോസി മുതൽ ഈ ഒറ്റയറ്റ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന അധ്യായങ്ങൾ പോലും അതിൽ ആരും പരിഗണിക്കുകയോ ഓർക്കുകയോ ചെയ്യാത്ത പലരെയും, ചിലപ്പോൾ 1-2 സിനിമകൾ മാത്രം അഭിനയിച്ച് അല്ലെങ്കിൽ സഹനായികയായി മാത്രം അഭിനയിച്ച് പിന്നീട് നമ്മൾ ആലോചിക്കുകയോ പോലുമില്ലാത്ത നടിമാരെ പോലും ഈ പുസ്തകത്തിലേക്ക് എടുക്കേണ്ടി വന്നത് അത്തരത്തിലൊരു രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലാണ്. മാത്രമല്ല ഇന്നത്തെ പോലെയല്ല അന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഇന്നിപ്പോ നമുക്കറിയാം എല്ലാവരും കാരവൻ പോലും ഉപയോഗിക്കുന്ന, അതൊരു പോസിറ്റീവ് അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അത്രയധികം സൗകര്യങ്ങളിലേക്ക് നമ്മൾ വളർന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് അർത്ഥത്തിലാണ്. അപ്പോൾ പോലും യാതൊരു സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത് കലയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിച്ച നായികമാരുടെ, സഹനടിമാരുടെ, ഒരൊറ്റ ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്തു മടങ്ങിയവരുടെ ജീവിതത്തിലേക്ക് കടന്നപ്പോഴുണ്ടായ ഇപ്പൊ ഇവിടെ നേരത്തെ ഫിലോമിനയൊക്കെ സൂചിപ്പിച്ചു, അവരുടെ ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ അടൂർ പങ്കജത്തെ പോലെയുള്ളവരുടെ അടൂർ സിസ്റ്റേഴ്സ് എന്നുള്ള അധ്യായത്തിൽ നമുക്കത് വായിച്ചാൽ അറിയാം എത്രത്തോളം ദുരന്തപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് അവര് കലയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം സമർപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് നമ്മൾ തുടങ്ങിയ ഒരു ഉത്തരവാദിത്തം
അതിന്റെ ഒരു 50% നീതി പുലർത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് പെൺതിര ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ അധ്യായങ്ങൾ കഴിഞ്ഞപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലിംഗപദവി പഠനങ്ങളിലേക്ക് കുറച്ചുകൂടി വ്യാപിപ്പിച്ചുകൊണ്ട് ചരിത്ര പഠനത്തെ കൂടി, ചരിത്രം എന്താണ് ഇതുവരെ സംസാരിച്ചത്, ആ ചരിത്രത്തിൽ എങ്ങനെയാണ് നമ്മൾ ബദലുകൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള മറ്റു പഠനങ്ങൾ അതുകൂടിയൊക്കെ വായിച്ചിട്ട് അതിന്റെ സൈദ്ധാന്തിക അടിത്തറ എടുത്തുകൊണ്ട് പോകണമെന്ന് തോന്നിയത് അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്കറിയാലോ, ഒരു വാരികയാവുമ്പോൾ അത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടി വായിക്കുന്നൊരു ഒരു ഒരു ഒരിടമായതുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാഷയിൽ എങ്ങനെ ഈ ഗഹനമായിട്ടുള്ള വിഷയത്തെ അവതരിപ്പിക്കും എന്നുള്ളൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പരിമിതിയും അതിനുണ്ട് എന്ന് പറയണമല്ലോ. കാരണം ഒരു വാരികയിൽ എഴുതുമ്പോഴുള്ള പലതരത്തിലുള്ള പരിമിതികൾ. ഇപ്പോൾ ചിലപ്പോൾ ഒരു ലക്കം കഴിഞ്ഞതിന് ശേഷം ഒന്നിടവിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ ഒരു ലക്കം കഴിഞ്ഞതിന് ശേഷം ഒന്നിടവിട്ട് വരുമ്പോൾ വീണ്ടും ചില കാര്യങ്ങൾ ആവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം ആവർത്തനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് പെൺതിര എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് എത്തുന്നത്. ആ രീതിയിൽ പെൺതിരയിലേക്ക് എത്താൻ അത് ഈ പറഞ്ഞ വാരികയിലെ എഴുത്ത് കഴിഞ്ഞ് കുറച്ചധികം കാലം എടുത്തു എന്നുള്ളതാണ് വാസ്തവം. ഒരു രണ്ടാമത്തെ ഒരു വോളിയത്തിലേക്ക് ആദ്യത്തെ 40 വർഷത്തെ ഒരു ചരിത്രം മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. അടുത്ത വോളിയത്തിന്റെ ഏതാണ്ട് കുറച്ച് വർക്കുകൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പക്ഷെ കുറച്ച് വൈകിപ്പോയി. നേരത്തെ തന്നെ ഈ പറഞ്ഞ സമയം, ഇത് എഡിറ്റ് ചെയ്യാനെടുത്ത സമയം, ഇതില് ആവർത്തനങ്ങൾ ഒഴിവാക്കുവാനും മറ്റു തരത്തിൽ പുതിയ വിട്ടുപോയ സിനിമകൾ ചേർക്കാനുമാണ് ബാക്കിയുള്ള സമയം അല്ലെങ്കിൽ ബാക്കിയുള്ള കാലം ഉപയോഗിച്ചത്. ആ രീതിയിൽ പോയപ്പോൾ പല വായനക്കാരുടെയും ചില പ്രതികരണങ്ങൾ വരുന്നു. ഇന്ന സിനിമ അതിനകത്ത് ചേർക്കേണ്ടതുണ്ട് നിർബന്ധമായും. പ്രത്യേകിച്ചും ഇത് നമ്മൾ ജനിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലെ സിനിമകൾ കണ്ട ആളുകൾ വളരെ കുറവാണ്. അപ്പൊ പലപ്പോഴും ഇതിന്റെ ഏറ്റവും വലിയ പരിമിതി തന്നെ ഈ സിനിമകൾ നമുക്ക് കണ്ടു കിട്ടാനില്ല എന്നുള്ളതാണ്. കണ്ടു കിട്ടിയാൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ ചിലപ്പോൾ എനിക്ക് തന്നെ, ഇപ്പൊ ലളിത രാഗിണി പത്മിനിയൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ രണ്ടുപേരും ഒരു സിനിമയിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുമ്പോൾ രണ്ടുപേരെ ചിലപ്പോൾ ഒരുപോലെ തന്നെ തോന്നിയ സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ വളരെ എന്താ പറയാ, സീനിയർ ആയിട്ടുള്ള പലരുമാണ് അല്ലെങ്കിൽ അവരെ വിളിക്കുമ്പോഴാണ് നമുക്ക് പലരുടെയും പല ഡാറ്റാസും കിട്ടുക, പല വിവരങ്ങളും കിട്ടുക. ഇന്നത്തെ പോലെയല്ല ക്രെഡിറ്റ് ഒക്കെ എഴുതി കാണിക്കുന്നതിലൊക്കെ വളരെ വേഗമായിട്ടുള്ള ക്രെഡിറ്റ് ലൈൻസ് ആണ് അന്ന് ഉണ്ടായിരുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ട് കോമൺ ആയിട്ട് ഈ സിനിമയിൽ പങ്കെടുത്ത എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലുകളൊക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് യഥാർത്ഥ വസ്തുത, നമ്മൾ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ തെറ്റില്ലാതെ അത് എങ്ങനെ രേഖപ്പെടുത്തും, അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പിന്നെന്ന് വെച്ചാൽ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ. ഇപ്പം സിനിമയുടെ ചരിത്രം അന്വേഷിച്ച് പോയിട്ടുള്ളവർ മിക്കവാറും, അല്ലെങ്കിൽ സിനിമയുടെ ചരിത്ര പുസ്തകങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, പുരുഷന്മാർ എഴുതിയ ചരിത്രങ്ങളാണ്. അത് അവർ ചെയ്ത സംഭാവനകളെ വിസ്മരിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും പുരുഷപക്ഷത്തിലുള്ള ചരിത്രരചനയിൽ വരാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ചില ഗോസിപ്പ് കഥകൾ ഉണ്ടാവും. ഇപ്പൊ വിജയശ്രീയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗോസിപ്പുകളിൽ നിന്ന് മാത്രമല്ല, ചില നടിമാരെ കുറിച്ചിട്ടുള്ള ചരിത്ര പുസ്തകങ്ങളിൽ ഈ പുരുഷന്മാർ എഴുതിയുണ്ടാക്കുന്ന ചരിത്രത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആഭാസകരമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഉപയോഗിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇതിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള സത്യങ്ങൾ കണ്ടെടുക്കാനും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, സിനിമ എന്നുള്ള ഇടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ഒരു സ്ത്രീ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ എത്തുന്നത് മുതൽ അത് പൂർത്തിയാക്കുന്നത് വരെ അവൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ നമുക്കത് 100% വിശ്വാസ്യമുള്ള ഒരിടം നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് കിട്ടാവുന്ന ഡാറ്റകളിൽ നിന്ന് ഇത്തരത്തിലുള്ള അതിശയോക്തികളും ഗോസിപ്പുകളും പരദൂഷണങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതിനെ പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു വെല്ലുവിളി. അതിനുവേണ്ടി സഹായിച്ച ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ചും ലൈബ്രറികളാവട്ടെ, നമ്മളുടെ ചലച്ചിത്ര അക്കാദമി ആവട്ടെ, മദ്രാസിലൊക്കെയുള്ള ചലച്ചിത്ര സുഹൃത്തുക്കളാവട്ടെ, ഇതിൽ തന്നെ കുറച്ച് പേർ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ചിലരോടെങ്കിലും, ഇപ്പൊ വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് കമലാദേവി. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു നടിയാണ്. അപ്പൊ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പൊ കമലാദേവിയൊക്കെ വിളിക്കാനും അല്ലെങ്കിൽ ശാരദയൊക്കെ വിളിക്കാനും അവരോട് സംസാരിക്കാനുമുള്ള ഒരു അവസരവും ഭാഗ്യവും അവരുടെ സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെയാണ് അത് പുരോഗമിച്ചത്. പക്ഷെ എങ്കിൽ പോലും ഒരുപാട് വിടവുകളുള്ള ഒരു പുസ്തകമാണ്. അക്ഷയെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അടുത്തൊരു തുടർ പഠനത്തിന് ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വാതില് തുറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. കാരണം ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഈ ഫീൽഡിൽ സിനിമ റിസർച്ച് ചെയ്യുന്ന ഒരുപാട് പേർക്ക് നമുക്ക് നിർദ്ദേശം കൊടുക്കാൻ, ഈ രീതിയിൽ പോയാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് പറയാൻ പറ്റി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരാൾ തുടങ്ങി വെക്കുക,
നമ്മുടെ ചരിത്രം, നമ്മളുടെ തലമുറയോട് നമ്മുടെ മുൻ തലമുറ പറഞ്ഞ ചരിത്രം അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കുക. അപ്പൊ അതിന്റെ എക്സ്റ്റൻഷനുകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഇതിനൊരു പേരിടാൻ, ഇത് വെള്ളിത്തിരയിലെ പെൺകാലങ്ങൾ എന്നുള്ള പേരിലാണ് ഇത് ദേശാഭിമാനിയിൽ വരുന്നത്. അപ്പോ ഇതിന് അത്തരം വലിയൊരു പേര് പുസ്തകത്തിന് ശരിയാവില്ല എന്ന് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പെൺതിര, തിരയിലെ പെണ്ണ്, പെണ്ണിന്റെ തിരമാല, അങ്ങനെ പെണ്ണാകുന്ന തിരമാല, അങ്ങനെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിലേക്ക് എത്തുന്നത്. ഇതിന്റെ കവർ ചെയ്തിരിക്കുന്നത് സുഹ്റാബിയാണ്. ഈ പുസ്തകം വളരെ വലിയ പുസ്തകമാണ്, എനിക്കറിയാം. ഇത് സത്യത്തിൽ ഒരു 700 പേജുകൾ ഉണ്ടായിരുന്ന ഒരു പുസ്തകമാണ്. ഇതാണ് 445 നമ്മൾ ചെറുതാക്കുന്നതിന്റെ റെഫറൻസുകളെല്ലാം കുറച്ചിട്ട്. അപ്പൊ ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അനസാണ്, മാതൃഭൂമിയെ. അതുപോലെ ഇതിന്റെ കവർ കൂടി നിങ്ങളോട് അത് പറഞ്ഞ് പങ്കുവെക്കാന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് കവർ ചെയ്യുന്ന സമയത്ത് പെൺതിരയിൽ ആദ്യം ഷീലയുടെ കണ്ണുകളാണ് നമ്മൾ വെച്ചിരുന്നത്. പിന്നീടാണ് നമ്മളത് ഈ ചുണ്ടുകളിലേക്ക് മാറ്റുന്നത്. അപ്പൊ എനിക്ക് ഇത് കണ്ട സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇതിൽ ഒരു ചുണ്ട് വെക്കുന്ന സമയത്ത് അതൊരു നമ്മൾ എന്തിനാണോ എഴുതാൻ ശ്രമിക്കുന്നത്, ഈ പറഞ്ഞ സിനിമ പെണ്ണിന്റെ മേൽ കൊടുക്കുന്ന വോയറിസ്റ്റിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള കാഴ്ചകളെ വിമർശിച്ചുകൊണ്ട് നമ്മൾ പുസ്തകം എഴുതുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ചിത്രം വെച്ചാൽ ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു നോട്ടത്തിന് കാണിക്ക് പ്രേരണയാകുമോ എന്ന് വരെ അങ്ങനെ ഒരു അത്തരമൊരു ആലോചനകൾ ഉണ്ടായി. പക്ഷെ അപ്പോഴാണ് എത്രത്തോളം ശക്തമായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ചുണ്ടുകൾ, നമ്മളുടെ എക്സിസ്റ്റൻസിന്റെ, എക്സ്പ്രഷന്റെ ഏറ്റവും ദൃഢമായിട്ടുള്ളൊരു പ്രതിരൂപം എന്നുള്ള രീതിയിലാണ് ആ ചുണ്ടുകൾ നമ്മൾ അവിടെ വെക്കുന്നത്. അപ്പൊ അത് നമ്മുടെ കരുത്താണ്, അത് നമ്മുടെ ബലഹീനതയല്ല. അത് കേവല ഒരു ലൈംഗികതയുടെ ഉപകരണമായി ചുരുക്കാനുള്ളതല്ല. അത് നമുക്ക് സംസാരിക്കാനും നമ്മുടെ ശബ്ദം ഉയർത്താനും തുടിച്ചു നിൽക്കുന്ന ചുണ്ടുകൾ നമ്മുടെ കരുത്താണ്, വീര്യമാണ് എന്നുള്ള ഒരു രീതിയിൽ കൂടിയാണ് ചുണ്ടുകൾ അവിടെ വെക്കുന്നത്. പിന്നെ നമുക്കറിയാലോ സിനിമ കാണുന്നത് എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ലേഔട്ട് നേരെ എഴുതാതെ അങ്ങനെ പെൺതിര എന്നുള്ള കവർ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഡിസൈനർ നമ്മുടെ സുഹ്റാബി എന്ന് പറയുന്ന കുട്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹവും നല്ല ക്രിയേറ്റീവ് ആയിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം ഒരുപക്ഷെ എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം പൊതുവെ ഒരു ഫിക്ഷൻ വായിക്കാനാണ് കുട്ടികൾക്ക് ഈ സമയത്ത് ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കുട്ടികൾ, കൃഷ്ണകുമാർ സാർ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ എനിക്ക് വളരെ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി, അത്ഭുതം ഉണ്ടായി. കാരണം കുട്ടികൾ അങ്ങനെ പഠന ഗ്രന്ഥങ്ങൾ വായിക്കും. ഇപ്പൊ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ പോലും അങ്ങനെ തന്നെയാണ്, ഞാൻ പഠിക്കുമ്പോൾ പോലും അങ്ങനെ തന്നെയാണ്. ഫിക്ഷനാണ് നമ്മൾ കൂടുതൽ വായിക്കുക. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ എപ്പോഴെങ്കിലും ഇത് വായിക്കുകയാണെങ്കിൽ അതിനെ വായനയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഫിക്ഷൻ പോലെ വായിക്കാൻ പറ്റണം. എന്നാൽ അതില് മെറ്റീരിയൽ വേണം, ഒരു ഗൗരവമുള്ള പഠനം കൂടി വേണം എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്തിരുന്നു. അപ്പൊ അത് വിജയിച്ചു. ഒറ്റ ദിവസം കൊണ്ട് അക്ഷയ് അത് വായിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ വായിക്കാൻ പറ്റുന്ന ഒരു ഒഴുക്ക് അതിന് ഉണ്ടായി എന്നുള്ളതിന് കാരണം ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കുട്ടികളുടെ മനസ്സ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കുട്ടികളോടാണ് എനിക്ക് അങ്ങനെ ഒരു കടപ്പാടുള്ളത്, അത്തരത്തിലൊരു ഭാഷ ഉണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അക്ഷയ് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഒറ്റ വായനയുള്ളെങ്കിൽ പോലും എല്ലാ വശങ്ങളെയും, അതിന്റെ സൈദ്ധാന്തിക വശങ്ങളെയും അതിന്റെ സാമൂഹിക വശങ്ങളെയും ലിംഗ പഠനപരമായിട്ടുള്ള വശങ്ങളെയും മനസ്സിലാക്കി തൊട്ടറിഞ്ഞു എന്നുള്ളതിൽ അക്ഷയ്ക്ക് പ്രത്യേകം എന്റെ നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ കൃഷ്ണകുമാർ സാറിനും ഹീര ടീച്ചർക്കും ഞാൻ അഞ്ച് വർഷമായിട്ട് ഒരു പരിപാടി അങ്ങനെ തുടരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മളെല്ലാവരും വായനാ പരിപാടികളൊക്കെ നടത്തുന്നവരാണ് കോളേജുകളിലൊക്കെ. പക്ഷെ അത് ഒരു ചടങ്ങ് പോലെയോ അല്ലെങ്കിൽ വായനാ ദിനത്തിനോ ഒക്കെ ചെയ്ത് അവസാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോളേജ് 5 വർഷമായിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇതിന്റെ സംഘാടകരോട്, ഇത് പങ്കെടുക്കുന്ന കുട്ടികളോട്, ഇതിന് എഫർട്ട് എടുക്കുന്ന കുട്ടികളോട്, പ്രത്യേകിച്ച് എനിക്കറിയാം ബി എഡ് ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കോഴ്സാണ്, എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച ഒരു കോഴ്സ് പോലും അല്ല. അപ്പൊ അങ്ങനെ എപ്പോഴും സ്കൂളും വർക്കുകളും മറ്റനുബന്ധ പരിപാടികളുമായി നടക്കുന്ന കുട്ടികൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നറിയുന്നതിലും ഇത്തരം ഒരു പുസ്തകം ചർച്ചയ്ക്ക് എടുത്തു എന്നറിയുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. ഈ കൂട്ടായ്മയിൽ ഒപ്പം ചേരാൻ കഴിഞ്ഞത് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എന്റെ ഇത്രയും സമയം എന്നെ കേട്ടതിന് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു മിസ്സേ. അടുത്തതായി ചർച്ചയ്ക്കുള്ള സമയമാണ്. ഏവരെയും ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം ടീച്ചറെ. എനിക്ക് ഈ പുസ്തകത്തിന്റെ വായനയിൽ തോന്നിയ ഒരു കാര്യം, ഈ കാലഘട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നടിയായിരുന്നില്ലേ KPC ലളിത. അപ്പൊ അത് ബോധപൂർവം അടുത്ത ഭാഗത്തിലേക്ക് മാറ്റിയതാണോ എന്നൊരു സംശയം ഉള്ളിലുണ്ട്.
അതുപോലെ തന്നെ ഇത് എഴുതി തുടങ്ങിയപ്പോൾ ധാരാളം സിനിമകൾ ഓരോ നടിമാരെ കുറിച്ചും എഴുതുമ്പോൾ അവരഭിനയിച്ച എല്ലാ സിനിമകളും കാണേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ ആ ഒരു എഴുത്ത് രീതിയെ കുറിച്ചും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായിട്ടും KPS ലളിത ഈ കാലഘട്ടത്തിൽപ്പെട്ട ഒരു നടിയാണെങ്കിൽ പോലും അവര് അടുത്ത ജനറേഷനും കൂടി കണക്ട് ചെയ്യപ്പെടുന്ന ഒരു നടിയായതുകൊണ്ട് അടുത്ത ഒരു വോള്യത്തിലാണ് KPS ലളിത വാസ്തവത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടില്ലാത്തതിന്റെ കാരണം അതാണ്. ഒരുപക്ഷെ നമ്മൾ സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു സിനിമ പരുവപ്പെട്ടത്, അതിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തത്. ഇപ്പൊ പക്ഷെ ആറന്മുള പൊന്നമ്മ ഇപ്പോഴും ഉണ്ട്, ശരിയാണ്, ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി KPS ലളിതയെ അടുത്തൊരു കാലഘട്ടത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. അവിടെ കുറച്ചുകൂടി സമഗ്രമായി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് KPS ലളിതയെ നമ്മൾ അടുത്ത ഇതിലേക്ക് KPS ലളിത പിന്നെ വിട്ടുപോയ കുറച്ച് പേരുണ്ട് അതിനകത്ത്. റാണി ചന്ദ്രയെ പോലെ കുറച്ച് പേരൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ ചോദിച്ച പോലെ നമുക്ക് വേണ്ടത്ര ഡാറ്റ കിട്ടാത്തതും സിനിമ കാണാൻ പറ്റാത്തതും ഒക്കെയാണ് ചില നടിമാരെ വിട്ടുപോയത്. അപ്പൊ അത് ഒടുവിൽ വിട്ടുപോയ കണ്ണികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാപ്റ്റർ ചേർക്കണമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ അന്വേഷണത്തിന് നമുക്കുണ്ടായിട്ടുള്ള ഡാറ്റ സിനിമകൾ തന്നെയാണ്. സിനിമകളെ വെച്ചിട്ടാണ് നമ്മൾ വായിച്ച പുസ്തകം വായിച്ചാൽ നമുക്കത് അങ്ങനെയാണ് അത് പോയിരിക്കുന്നത്. കാരണം വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ഡാറ്റകളുടെ പരിമിതി ഒന്ന്, അതിന്റെ വിശ്വാസ്യത മറ്റൊന്ന്. അപ്പൊ പ്രധാനമായിട്ടും കിട്ടാവുന്ന സിനിമകൾ നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും നമ്മുടെ യൂട്യൂബിൽ കിട്ടാവുന്ന സിനിമകൾ കഴിഞ്ഞാൽ അക്കാദമിയാണ് നമ്മളെ അതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത്. നമുക്ക് കിട്ടാത്ത സിനിമകൾ ഇങ്ങനെ പിന്നെ പല സിനിമ ലൈബ്രറി ഉള്ള പല സുഹൃത്തുക്കളുണ്ട്, പഴയ സിനിമകൾ നന്നായി സൂക്ഷിക്കുന്നവരുണ്ട്. മദ്രാസിൽ നമുക്ക് ഡേവിഡ് ഏട്ടൻ ഉണ്ട്, അന്നത്തെ പ്രശസ്തനായിട്ടുള്ള സിനിമ ഫോട്ടോഗ്രാഫർ. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ ചിത്രങ്ങളും ഡേവിഡ് ഏട്ടൻ എടുത്തിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് സോഴ്സ് കിട്ടിയിട്ടുണ്ട്. സിനിമ നന്നായി അറിയുന്ന പല മദ്രാസിലെ നമ്മുടെ സുഹൃത്തുക്കള് ഇവരൊക്കെ അതിനുവേണ്ടി നമുക്ക് ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും 95% സിനിമ തന്നെയാണ് നമ്മുടെ ബേസ്. സിനിമ കണ്ടതിന് ശേഷം സിനിമയിലെ കഥാപാത്രത്തിന്റെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു രീതിയാണ്. പ്രത്യേകിച്ചും ഓരോ കാലഘട്ടത്തിലെ സിനിമ എടുത്തിട്ട് ഇപ്പൊ നമുക്ക് ഇന്ന് ഒരു സിനിമ എടുത്തിട്ട് അന്നത്തെ ഒരു സിനിമ ഇന്നത്തെ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോ കുട്ടികൾ എപ്പോഴും പറയാറുണ്ടല്ലോ പഴയ സിനിമ ഭയങ്കര ഡ്രാമയാണ്, ഒരു 1.5 സ്പീഡിൽ ഇട്ട് കാണണം എന്നൊക്കെ പറയാറുണ്ട്. എന്നാലാണ് അത്രയും സ്ലോ ആണെന്നൊക്കെ പറയും. അപ്പൊ അന്നത്തെ ഒരു ഭാവുകത്വത്തിനനുസരിച്ചിട്ട് സിനിമയെ നമുക്ക് വിലയിരുത്തേണ്ടി വരുമല്ലോ. അതുകൊണ്ട് അന്നത്തെ കാലത്തെ സിനിമയെ ആ രീതിയിൽ എടുത്തിട്ടാണ് സിനിമയാണ് നമ്മുടെ പ്രധാന ഡാറ്റ. ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് സംശയമുള്ള പറഞ്ഞ പോലെ ചിലതൊക്കെ സംശയം വരുമ്പോൾ നമുക്ക് ആരോടെങ്കിലൊക്കെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില വിവരങ്ങളൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഈ ബയോഡാറ്റ തിരുവിതാംകൂർ സിസ്റ്റേഴ്സിലൊക്കെ അതിൽ പല ഡാറ്റാസും ഈവൻ ചില പാട്ടുകൾ, തമിഴ് വരികളൊക്കെയുള്ള പാട്ടുകൾ, തമിഴ് പേരുകള്, നമ്മൾ ആദ്യഘട്ടത്തിലെ നായികമാരുടെ ചരിത്രം എഴുതുമ്പോൾ പറഞ്ഞ പോലെ അതിൽ നാടകത്തിന്റെ ചരിത്രം വരുന്നുണ്ട്, തമിഴ് സിനിമകളുടെ ചരിത്രം വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് എന്നിട്ടും എൻ്റെ ഒരു തമിഴ് സുഹൃത്ത് ഇത് വായിച്ച് പറഞ്ഞത് ഇതിൽ ഒരുപാട് തെറ്റുണ്ട് തമിഴ് വാക്കുകളിൽ. തമിഴ് പാട്ടുകൾ എഴുതിയതിൽ ഇപ്പൊ നഗാരത്തിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ അർത്ഥത്തിൽ വലിയ വ്യത്യാസം വരും എന്നൊക്കെ അവർ എന്നെ തിരുത്തുന്നുണ്ട്. അപ്പൊ അടുത്തൊരു എഡീഷനിൽ അത്തരത്തിൽ പാട്ടുകളിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ തിരുത്താമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമ്മുടെ അടിസ്ഥാന ഡാറ്റ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ഹലോ. ആ അക്ഷയ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതോടൊപ്പം മാമിൻ്റെ ഒരു പ്രസൻസ് വലിയൊരു എന്താ പറയുക, ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. എന്നാലും പുസ്തകത്തെ സംബന്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വേറൊരു കാര്യത്തിൽ വളരെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം നല്ലൊരു അധ്യാപിക, ഒരു മാധ്യമപ്രവർത്തക, പിന്നെ ജൂറി അംഗം, എഴുത്തുകാരി, ഇങ്ങനെ പല വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ മാം. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു മേഖല ഏതാണ്? എഴുത്താണോ, അധ്യാപനമാണോ,
അതോ നേരത്തെ പ്രവർത്തിച്ചിരുന്ന മാധ്യമ രംഗമാണോ? ഒന്ന് വിശദീകരിക്കാമോ മാം? ടീച്ചറുടെ ചോദ്യം. ഞാൻ മാധ്യമം, ഞാൻ മനോരമയിലാണ് നേരത്തെ വർക്ക് ചെയ്തിരുന്നത്, ചാനലിലാണ്. അപ്പൊ ചാനൽ വിട്ട് ഞാൻ കോളേജിലേക്ക് വരുന്ന സമയത്ത് അന്ന് നമ്മളുടെ കോളേജിന്റെ ഒരു സ്വഭാവം ഇങ്ങനെയല്ല. ഞാൻ ഇയർലി സിസ്റ്റത്തിലാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത്. ഇപ്പോഴാണല്ലോ ക്രെഡിറ്റും സെമസ്റ്ററും ഒക്കെ വരുന്നത്. അപ്പൊ അന്ന് എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാണ്. മാത്രമല്ല അന്ന് ചാനൽ ജീവിതം കുറച്ച് എൻജോയ് ചെയ്തിരുന്ന ആളാണ്. ആ പ്രൊഫഷൻ വളരെ ഇഷ്ടം ഉണ്ടായിരുന്ന ഒരാളാണ്. പറഞ്ഞ പോലെ റിപ്പോർട്ടിംഗ് ആയിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. റിപ്പോർട്ടിങ്, ചലച്ചിത്ര അക്കാദമിയുടെ മറ്റേ ചലച്ചിത്രോത്സവ റിപ്പോർട്ടിങ്ങിനൊക്കെ ഒരു അവാർഡ് കിട്ടാൻ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഫീൽഡിൽ ഇഷ്ടം ഉണ്ടായിട്ട് തന്നെ പോയതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ടീച്ചിങ്ങിലേക്ക് വന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു ഫീൽഡ് വിട്ട് ഇങ്ങോട്ടേക്ക് പോരുന്നത്, ഇതല്ലേ നല്ല ഫീൽഡ്, കുറച്ച് ഗ്ലാമറുള്ള ഫീൽഡാണ്, കുറച്ചും കൂടി എല്ലാവരും അറിയുന്ന ഫീൽഡാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അടിസ്ഥാനപരമായിട്ട് സാഹിത്യം പഠിച്ചത് കൊണ്ടും സാഹിത്യത്തിൻ്റെതായിട്ടുള്ള ഒരു മേഖലയിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞാൻ ടീച്ചിങ്ങിലേക്ക് വരുന്നത്. നല്ല അധ്യാപിക അവിടെ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറിയ കുട്ടിയൊന്നും അല്ലാത്തത് കൊണ്ട് അങ്ങനെയൊന്നും പഠിച്ചൊരു കുട്ടിയും അല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ എന്നാൽ ശരി ഒരു മികച്ച അധ്യാപികയാവാന്ന് വിചാരിച്ചു വന്ന ഒരാളൊന്നും അല്ല. പക്ഷെ നമ്മൾക്ക് കുറച്ചും കൂടി നമ്മുടെ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്കില്ല്, വായന എല്ലാ കാലത്തും ഉണ്ടായിരുന്നിട്ടുണ്ട്. വളരെ കുട്ടിയായിരുന്നപ്പോ തുടങ്ങി നമ്മൾ നന്നായി വായിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ പത്രമായാലും കിട്ടുന്ന ഒരു കഷ്ണം കടലാസായാലും വായിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു പക്ഷെ വിശ്വസിക്കില്ല, ഞാൻ ഒട്ടും സിനിമ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിക്കാലാണ് എനിക്കുണ്ടായിരുന്നത്. എന്റെ വീട്ടില് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പിന്നീട് അതൊക്കെ മാറുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വിലക്കുകളുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പൊ അത് നമുക്ക് അങ്ങനെയാണല്ലോ, എന്താണോ നമ്മളെ വിലക്കുന്നത് അതിനോട് നമുക്ക് വല്ലാത്തൊരു ആങ്സൈറ്റി ഉണ്ടാവുകയും വായനയിൽ നിന്ന് സിനിമയിലേക്ക് കടക്കുന്നത് ഒരു PG കാലഘട്ടത്തിലാണ്. ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വരികയും ഫിലിം ഫെസ്റ്റിവലുകളിൽ നമ്മൾ കാണാത്ത വേറൊരു തരം ബദൽ സിനിമകൾ, പാരലൽ സിനിമകൾ കാണുകയും മാത്രമല്ല ഞാൻ അവിടെ PGക്ക് എലക്റ്റീവായി പഠിച്ചത് ഫിലിം സ്റ്റഡീസ് ആണ്. അപ്പൊ അതോടുകൂടിയാണ് ഈ ഏരിയയിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠന മേഖലയിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാഹിത്യത്തിന്റെ ഫീൽഡിലേക്കാണ് അധ്യാപികയായിട്ട് വരുന്നത്. പക്ഷെ അവിടെ ഞാനിപ്പോ സിനിമയാണ് കൂടുതലും കുട്ടികളെ പഠിപ്പിക്കുന്നത്. 90% സിനിമയാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ സിലബസുകളിലൊക്കെ സിനിമ പഠനം വന്നതുകൊണ്ട് സിനിമയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അതായിരിക്കും കൂടുതൽ സന്തോഷം എന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം ഇഷ്ടമുള്ള രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുമ്പോൾ എനിക്ക് തോന്നുന്നു പഴയത് മോശമായി എന്നുള്ള അർത്ഥത്തിലല്ല, ജീവിതം എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അധ്യാപനമായിരിക്കും കുറച്ചുകൂടി സന്തോഷം. ഇപ്പൊ നമ്മൾ കൂടുതൽ ക്ലരിക്കൽ ജോലികൾ, ടീച്ചർക്ക് അറിയാലോ, ഇപ്പൊ നമ്മൾ കൂടുതൽ ക്ലരിക്കൽ ജോലികളാണ് ചെയ്യുന്നതെങ്കിൽ പോലും കുട്ടികൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ അറിവിന്റെ ഒരു ലോകത്ത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾക്ക് പുതുക്കി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം അത് മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ദിവസവും ഒരു പുതിയ കാര്യം പറയാനുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു പുതിയ വിദ്യാർത്ഥിയായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അതായിരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ മാം, താങ്ക് യു. അതോടൊപ്പം ഇപ്പൊ മാം പറഞ്ഞല്ലോ ചെറുപ്പത്തില് ഒട്ടും അത് കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പം മുതലേ സിനിമ കണ്ടു വളർന്നിട്ടുള്ളത് കൊണ്ട് സിനിമയോട് വലിയ ഒരു പാഷൻ ഉണ്ട്. എല്ലാ ദിവസവും സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും സിനിമ കാണുന്ന ഒരു പതിവുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവൾ എന്ന് പറഞ്ഞ സിനിമ ജയരാജന്റെ അതിൽ കണ്ടപ്പോൾ KPC ലളിതയുടെ ആ ഒരു അഭിനയമൊക്കെ പെട്ടെന്ന് അതെ അതെ. ഓർത്തുപോയി. അപ്പോ ഈ പറഞ്ഞ പോലെ ലളിതേച്ചിയായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ലളിതേച്ചിയായിട്ട് പരിചയമുണ്ട്. വ്യക്തിപരമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ലളിതേച്ചിക്ക് നാടകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അഭിനയത്തെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ലളിതേച്ചി സംസാരിക്കുമായിരുന്നു. അതായത് ഷൂട്ടിന് ചെന്ന് കഴിയുമ്പോഴുള്ള കാര്യങ്ങള്, എങ്ങനെയാണ് ഒരു അഭിനയത്തിന്റെ മെത്തഡോളജി എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ലളിതേച്ചി. അപ്പൊ അതുകൊണ്ട് ലളിതേച്ചിയുടെ അഭിനയം അത് നമുക്ക് ലളിതേച്ചിയുടെ ഞാൻ KPS ലളിത മരിച്ച സമയത്ത് ഒരു കുറിപ്പ് എഴുതിയിരുന്നു. പിന്നീട് അത് ലളിതം എന്ന പേരിൽ ഒരു പുസ്തകത്തിൽ സമാഹരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പറയിരിക്കുന്ന ഈ മെത്തഡോളജിയുടെ മിക്കവാറും കാര്യങ്ങൾ ലളിതേച്ചി തന്നെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ചില അപൂർവമായിട്ടുള്ള ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിലൊന്നും നമുക്ക് അങ്ങനെ നമ്മളൊരു സിനിമാ നടീനെ കാണുന്നു, അവരോട് സംസാരിക്കുന്ന ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഹിരി ടീച്ചർ പറയുന്ന പോലെ അതിന്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് പിന്നീട് നമ്മൾ അവരെ കാണുമ്പോൾ അവരോട് ഒരുപക്ഷെ ആരാധനയല്ലേ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. ഈ ആകാംക്ഷയുടെ പുറത്താണ് പല അന്വേഷണങ്ങളും പോയിട്ടുള്ളത്. ഒരു കഥാപാത്രത്തിന് എടുക്കുന്ന ഒരു വർക്ക് എന്താണ്,
എത്രത്തോളമാണ് ഒരു വർക്ക് അവർ എടുക്കുന്നത് ആ കഥാപാത്രമാവാൻ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവരോട് ചോദിക്കാൻ പറ്റുന്നുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അവര് വളരെ രസകരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മാം ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ഒന്ന് ചേർത്ത് വെച്ചോട്ടെ. ഞാനിപ്പോ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് സുകുമാരി ഒരിക്കൽ ചെന്നൈ എയർപോർട്ടിൽ വെച്ച് കാണാനിടയായി. തീരെ അവശത അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ സത്യത്തിൽ ഒരു പെട്ടി എടുത്തവർക്ക് പുറത്തേക്ക് വെക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ആരോ ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. തനിച്ചായിരുന്നു അവര്. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയി. കാരണം ഇത്രയും കാലം ഈ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വത്തെ അവിടെ ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കുള്ളിൽ അവര് മരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് കേട്ടത്. സത്യത്തിൽ ആ ഒരു രംഗം ഇപ്പോഴും മനസ്സിലുണ്ട്. അപ്പൊ ഇതുപോലെ പഴയകാല നടികൾ പറഞ്ഞ പോലെ നടന്നു വന്ന വഴികള് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണല്ലോ. ഇന്നത്തെ കാലത്തെ നടികൾക്ക് ഉള്ള ഒരു എന്താ പറയാ, അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ. ഒരു പഴയ കാലത്തെ നടികളെ നടിച്ചു നോക്കുമ്പോ അവർക്ക് അത്രയും മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ പണ്ടത്തെ കാലത്ത് നടികളെ അനുഭവിച്ചു പോകുന്ന. അപ്പൊ ഇതില് ഒരു ചോദ്യം കൂടി മാം, ഇതില് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്താ പറയാ അതിന് സെർച്ച് ചെയ്ത് കുറെ നടന്ന് കണ്ടെത്തിയ ചില നടികളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഏതിലാണ് മാമിന് കൂടുതൽ അങ്ങനെ ഒരു റിസർച്ച് നടത്തേണ്ടി വന്നിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ പേജുകൾ എഴുതിയിരിക്കുന്ന ഒരു പക്ഷെ ജയഭാരതിയെ കുറിച്ചിട്ടാണ്. കാരണം അത്രയധികം സിനിമകളുടെ ശരിക്കും നമ്മളിപ്പോ ഈ സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുമ്പോഴും ഫെമിനിസ്റ്റ് കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും ഇപ്പൊ നമ്മൾ പുതിയ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ. പാർവതി ബോൾഡായി ചെയ്തു, അല്ലെങ്കിൽ അവര് ചെയ്തിട്ടുണ്ട്, ചെയ്തില്ല എന്നല്ല. പക്ഷെ എത്രയോ മുമ്പ് തന്നെ ജയഭാരതി അത്തരത്തിലുള്ള വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ നമ്മൾ ആലോചിക്കണം. അന്നത്തെ കാലത്ത് ഈ സോക്കോൾഡ് സദാചാര മൂല്യങ്ങൾക്കുള്ള വാല്യൂ ഉള്ളപ്പോ വളരെ റിസ്ക് ഉള്ള കഥാപാത്രങ്ങൾ, വളരെ വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നടിയാണ് ജയഭാരതി. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സിനിമകൾ കണ്ടിട്ടുള്ളത് ജയഭാരതിയുടെ ഒരു അധ്യായം എഴുതാനായിരിക്കും. ഏറ്റവും അധികം പേജുകളും എനിക്ക് തോന്നുന്നു ആഴ്ചപ്പതിപ്പിൽ വന്ന സമയത്ത് അത് കവറായിട്ടാണ്, ആ കവർ സ്റ്റോറി ആയിട്ടാണ് ജയഭാരതി വന്നത്. ഒരു 46-48 പേജുകൾ അച്ചടിച്ച് തന്നെ ഉണ്ടായിരുന്നു. നമ്മളത് പുസ്തകമാക്കിയപ്പോൾ കുറച്ചൊക്കെ കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്രയധികം സിനിമകൾ വന്നിട്ടുള്ളത് ജയഭാരതിയെ കുറിച്ച്. പക്ഷെ ഒട്ടും റെഫറൻസ് ഇല്ലാതെ, നമുക്ക് കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് അന്വേഷിക്കേണ്ടി വന്നിട്ടുള്ള ഇപ്പൊ ജ്യോതിലക്ഷ്മി, സാധന, ഈ രണ്ട് നടിമാര് ഇപ്പൊ അന്നത്തെ നമ്മളുടെ ഈ ഇപ്പൊ നമ്മൾ സിൽക്ക് സ്മിതിയൊക്കെ പറയുന്നത് പോലെ എങ്ങനെയാണ് ആ രണ്ട് നടിമാരും ആ കാലഘട്ടത്തിൽ അവരുടെ കഥാപാത്രങ്ങൾ, ഇപ്പൊ അവര് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ മാദക കഥാപാത്രങ്ങളായിട്ട് അവതരിച്ചത് മാത്രമാണ് ഒരുപക്ഷെ നമുക്ക് കിട്ടാനുള്ളത്. അല്ലാതെ വേറെ വല്ല സിനിമകൾ അവർ ചെയ്തിട്ടുണ്ടോ, മറ്റൊരു ബദൽ കഥാപാത്രങ്ങൾ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ ഭയങ്കര പ്രയാസമായിരുന്നു. വളരെ കുറച്ച് സിനിമകളാണ് അവരുടെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒട്ടും ഡാറ്റ കിട്ടാത്തവരുടെ പ്രശ്നം അങ്ങനെ വരും. ഒരുപാട് ഡാറ്റ ഉള്ളവരുടെ പ്രശ്നം മറ്റൊരു രീതിയിലും വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ രണ്ട് എക്സ്ട്രീമിറ്റി ആ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ആറന്മുള പൊന്നമ്മയെ പറ്റി ഇതുപോലെ അവരുടെ ആദ്യ കവിയൂർ പൊന്നമ്മയെ വേണമെങ്കിൽ നമുക്ക് പറയാം. കവിയൂർ പൊന്നമ്മയുടെ അതിപ്പോ അതില് മാതൃഭാവം എന്ന് പറയുന്ന, അതായത് ആ ഒരു അമ്മ, മലയാളത്തിന്റെ പൊന്നമ്മ എന്നുള്ളൊരു ഇമേജ് ഇപ്പോഴും ഉണ്ടായതാണ് വാസ്തവത്തിൽ അവരുടെ തുടക്കത്തിൽ അവർ വളരെ റിബലായിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, കൃഷ്ണനെ വലിച്ചെറിഞ്ഞൊരു നായികയാണ് അവര്. അല്ല, ഒരു സ്ത്രീ കഥാപാത്രം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? കാരണം പിന്നെ നമ്മൾ കാണുന്നത് ഉണ്ണിക്കണ്ണ എന്ന് പാടുന്ന, ഉണ്ണിക്കണ്ണനെ മാറോട് വെക്കുന്ന ഇത്തരത്തിൽ ഇപ്പൊ ബാബാ കല്യാണിയിലൊക്കെ വേഷം നമ്മൾ ആലോചിച്ചറിയാലോ. അത്തരത്തിൽ കണ്ണനും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് തന്നെ മലയാളത്തിലേക്ക് ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് ഒരിക്കലും അവർക്ക് പഴയ സിനിമയിലേക്ക് പോവാൻ പറ്റാത്തത്ര മലയാള സിനിമയിലെ പോപ്പുലർ ജനപ്രിയ കൾച്ചർ വിപണി മൂല്യം അവരെ മാറ്റി എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അവര് അവസാനം അഭിനയിച്ച ആണും പെണ്ണും എന്നുള്ള സീരീസിൽ ഇത് അഭിനയിച്ച സമയത്ത് അവര് ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്, സിനിമ കണ്ടവർക്കറിയാം. അപ്പൊ അതില് അവർ കുറച്ച് ലൈംഗികത ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ്. അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ നോക്കണം. അതായത് നിങ്ങളെ പൊന്നമ്മയെ പോലെ കണ്ടിട്ട് ഇത്രയും വൃത്തികെട്ട സ്ത്രീ ആയിട്ട് നിങ്ങൾ അഭിനയിച്ചല്ലോ, നിങ്ങളോട് അറപ്പ് തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു എന്നൊക്കെയാണ് കമന്റ്. അതായത് ഒരിക്കലും പണ്ട് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത അവരെ എങ്ങനെയാണ് മാതൃത്വം എന്ന് പറയുന്ന ഒരു ട്രാപ്പിലേക്ക് 90s ശേഷമാണ്, മോഹൻലാലിന്റെ സിനിമകൾ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ ഈ അതിമാനുഷിക കഥാപാത്രങ്ങൾ വന്നപ്പോഴാണ് ഈ തെറ്റും മുണ്ടൊക്കെ എടുത്ത ഒരു അമ്മ വരുന്നത്. അപ്പൊ അതിനുശേഷം ഒരിക്കലും അവർക്ക് അവരുടെ നല്ല കഥാപാത്രങ്ങളിലേക്ക് തിരിച്ചു പോകാനായിട്ട്, കരുത്തുറ്റ കഥാപാത്രങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്.
അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ സീരീസിലുള്ള സിനിമകൾ കണ്ടുപിടിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യണമായിരുന്നു നമുക്ക് ഇങ്ങനെയും ആണ് ഒരു നടി. നിങ്ങള് ഇപ്പൊ എനിക്ക് ഭയങ്കരധികം സങ്കടം ഉണ്ടായിരുന്നു. കാരണം അവര് മരിച്ച സമയത്ത് നമ്മള് ഇതിന്റെ കുറിപ്പുകൾ എഴുതിയ എല്ലാവരും ഇവര് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവുന്ന സംവിധായകർ പോലും മലയാളത്തിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പുകളൊക്കെ അന്നത്തെ അനുസ്മരണങ്ങളൊക്കെ വരുന്നത്. പുതിയ കുട്ടികൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും, അവർ ഈ പുതിയ സിനിമകൾ മാത്രമാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് അറിവുള്ളവർ പോലും അത്തരം കാര്യങ്ങൾ വിസ്മരിച്ചപ്പോ അതിന് അങ്ങനെയല്ല, ഇങ്ങനെയും ആണ് അവര് കവിയൂർ പൊന്നമ്മ ഇങ്ങനെയും ആണെന്ന് എഴുതേണ്ടി വന്ന ഒരു ഘട്ടം വരെയുണ്ട്. അപ്പൊ ആ ഒരു അപ്ഡേഷനും കൂടി ചേർത്തിട്ടാണ് വാസ്തവത്തിൽ മരിക്കുന്നതിന് മുൻപാണ് ദേശാഭിമാനിയിൽ ഈ ലേഖനം വരുന്നത്. അപ്പൊ മരിച്ചതിന് ശേഷം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് പുസ്തകത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പക്ഷം കൂടി ഇതിനകത്ത് എഴുതേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറെ റിസ്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അവരെ പറ്റി എഴുതിയ സമയത്ത് കുറെ പേര് എനിക്ക് വിമർശനങ്ങൾ വന്നിരുന്നു. കാരണം അവരെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല, അവരെ ശരിക്കും മലയാളത്തിന്റെ പൊന്നമ്മ തന്നെയാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു എന്നുള്ളത് ഉണ്ട്, അതും കൂടി പറയണല്ലോ. അതുകൊണ്ട് ഇത്തരത്തിൽ വേഴ്സറ്റൈലായിട്ടുള്ള വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്ത ഒരു നടിയെ നമ്മൾ ഒരു ഒറ്റ ടൈറ്റിലേക്ക് നമ്മൾ ഒരു ടൈറ്റിൽ ഇട്ട് എഴുതുമ്പോഴുള്ള പ്രശ്നമുണ്ടല്ലോ, ആ ടൈറ്റിലിൽ നമുക്ക് അവരെ ഒതുക്കാൻ പറ്റില്ല. അങ്ങനത്തെ അതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ഒരു വെല്ലുവിളികൾ. പിന്നെ ചില നടിമാരെ പറ്റി പറയുമ്പോൾ മേരി ലാൻഡിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ശാന്തിയെ പറ്റി, കുമാരി തങ്കത്തെ കുറിച്ച് എഴുതുന്ന സമയത്തൊക്കെ വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ. ഈ സഹനടിമാരെ അല്ലെങ്കിൽ അങ്ങനത്തെ നടിമാരുടെ ഒരു പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ ക്രെഡിറ്റ് ലൈനിൽ പോലും അവരുടെ പേരുകൾ ഉണ്ടാവില്ല. സിനിമ ഓരോന്ന് എടുത്ത് തുറന്നു നോക്കണം അവരുണ്ടോ, നമുക്ക് വേറെ തെളിവുകളില്ല. നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ അത്തരം തെളിവുകൾ ഉണ്ടാവും. ഈ സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വേറൊരു സിനിമ കാണുമ്പോഴാണ് അയ്യോ ഇവർ ഈ സിനിമയിലുണ്ടല്ലോ, ഈ ഒരു കഥാപാത്രം ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ അറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ ചിലപ്പോൾ റിവൈൻഡ് അടിച്ചിട്ട് പഴയ ഇത് വീണ്ടും എടുത്ത് നോക്കേണ്ടി വരും. ഈ നടി ആ സിനിമയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മുടെ റെഫറൻസിലില്ല, ഗൂഗിളിലില്ല, ഡാറ്റയിലില്ല, സിനിമയിലില്ല, എവിടെയും അവരുടെ പേരുകൾ പോലും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ എടുക്കേണ്ടി വന്നിട്ടുള്ള എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു വെല്ലുവിളി. ഒരുപാട് നന്ദി മാം. ഇനി എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുക, മാമിനോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഹലോ മാം, ഞാൻ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ് ഇംഗ്ലീഷിലെ. എന്തായാലും ഈ ബുക്ക് പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതുപോലെ ഒരു വാക്ക് പോലും എന്താ പറയാ കേൾക്കാതിരിച്ചാൽ ഒരു വാക്ക് പോലും സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഡിസ്കഷൻ ആയിട്ട് തോന്നിയത്. അക്ഷയ ആണെങ്കിലും വളരെ അടിപൊളിയായിട്ട് എല്ലാ ലെൻസിലൂടെയും ഇതിനെ ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. കൂടുതലും ഇത് വീണ്ടും വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് മാം ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇത് എഴുതുമ്പോൾ മാമിനെ മനസ്സിലോട്ട് അത്രയ്ക്കും എഫക്ട് ചെയ്ത നടി അല്ലെങ്കിൽ ആരുടെ അനുഭവമാണ് മാമിന് അത്രയ്ക്കും ഹൃദയത്തിലോട്ട്, എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും, എന്നാലും ഏതെങ്കിലും ഒരാള് ഭയങ്കര ആഴത്തിൽ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം സിനിമ ഇപ്പൊ ഇത്രയും മാറി. ഇപ്പൊ അതിപ്പോ നമ്മൾ കാലഘട്ടം എടുത്ത് നോക്കിയാൽ സിനിമയാണെങ്കിലും നമ്മളുടെ ജീവിതങ്ങളാണെങ്കിലും പണ്ടുള്ള അമ്മമ്മമാരുടെ ജീവിതമല്ല നമ്മളുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെയൊക്കെ ജീവിതമാണെങ്കിലും. അപ്പോൾ അതിലും സിനിമയിലും ഒപ്പം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈക്വാലിറ്റി ഉണ്ടായി അങ്ങനെ ഒരു ഇതിലേക്ക് എത്താനായിട്ട് ഇപ്പോഴും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ ഇന്നും നിൽക്കുന്നു എന്ന് മാമിന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഏതാണെന്നും കൂടി ഒന്ന് പറഞ്ഞു. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപക്ഷെ ജയഭാരതിയാണ് എനിക്ക് ഭയങ്കര മനസ്സിനോട് അടുപ്പം തോന്നിയത്. നമ്മൾ ഈ പറയുന്ന ലിംഗ പഠനങ്ങളിൽ നമുക്ക് ഏറ്റവും അധികം എടുക്കേണ്ടുന്ന ഒരു നടിയാണെന്ന് തോന്നുന്നത്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു നടി ഫിലോമിനയാണല്ലോ. ഫിലോമിനയെ വെച്ചിട്ടാണ് നമ്മുടെ ഈ സ്റ്റിക്കറുകൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നീ പോടാ മാറി എന്നൊക്കെ പറയുന്ന സ്റ്റിക്കറുകള്, അങ്ങനത്തെ ഭയങ്കര തഗ് പറയുന്ന ഒരു ഫിലോമിന എല്ലാ കാലത്തും ഒരു സൂപ്പർ ഹിറ്റ് ആണ്. അതായത് അവർക്ക് ആരെയും കൂസാതെ അവര് ഒരു കഥാപാത്രങ്ങൾ അന്ന് ചെയ്തു എന്ന് ആലോചിക്കണം. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു തഗ് കഥാപാത്രം വരാന്ന് വെച്ചാൽ നമുക്കൊരു പക്ഷെ അതൊരു നോർമൽ പോലെ ആവാം. പക്ഷെ അന്ന് പോലും ഈ സ്ഥാപിതമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പാല് കൊടുക്കുന്ന, തേന് കൊടുക്കുന്ന, വാരി കൊടുക്കുന്ന, സ്നേഹം വിതറുന്ന അങ്ങനത്തെ ഒന്നും അമ്മയല്ലാതെ അവർ അഭിനയിച്ചു എന്നുള്ളതാണ്. വളരെ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങൾ, ഗോഡ് ഫാദർ ഒക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത്, പക്ഷെ അതിലും രസകരമായിട്ടുള്ള അടിപൊളി കഥാപാത്രങ്ങൾ ഫിലോമിന ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫിലോമിനയുടെ വ്യക്തി ജീവിതം ഭയങ്കര, അത്
അല്ലാതൊരു സങ്കടം തന്നെ. എന്റെ ഒരു സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ള ഫിലോമിനയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഫിലോമിനയുടെ ഒരു പടം പോലും, അവർ അഭിനയിച്ച ഒരു പടം പോലും അവരുടെ ഒരു ചുമരിൽ പോലും ഇല്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും ഫിലോമിന കടന്നു പോയിട്ടുണ്ട്. വളരെ വ്യക്തിജീവിതം മറ്റൊരു തരത്തിലായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. പക്ഷെ അത്രയധികം ജീവിതത്തെ പ്രതിരോധിച്ച് നിന്ന ഒരു സ്ത്രീ, അതുപോലെ ടി ആർ റോമിന ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവര്. ടി ആർ റോമിന അതുപോലെ തന്നെയായിരുന്നു. അവരുടെ വീട്ടിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവര് പഠിത്തം ഉപേക്ഷിക്കുന്നു, അവരുടെ വീട്ടിലുള്ള മറ്റ് സ്ത്രീകളെ എല്ലാം സംരക്ഷിക്കുന്നു, അച്ഛനമ്മയെ സംരക്ഷിക്കുന്നു, അവിവാഹിതയായ ജീവിതം തുടരുന്നു, സിനിമയ്ക്ക് വേണ്ടി ഫുൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശരിക്കും ശാരദ എന്ന് പറയുന്ന നടിയെ സൃഷ്ടിച്ചത് പോലും അവരാണെന്ന് പറയാം. അവരാണ് അവർക്ക് ശബ്ദം കൊടുത്തുകൊണ്ടിരുന്നത് ശാരദയ്ക്ക്. അത്രയും അവരെടുത്തൊരു എഫർട്ട്, സിനിമയ്ക്ക് വേണ്ടി അവരെടുത്തൊരു എഫർട്ട്, ഡെഡിക്കേഷൻ. അപ്പൊ അങ്ങനെ ചിലർ എഴുതുമ്പോ അതുപോലെ അടൂർ സിസ്റ്റേഴ്സ് എഴുതിയ സമയത്തും അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റേ സി ബി ഐയുടെ സീരീസിൽ ഈ ക്ലോസറ്റിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു സീന് തമാശ ഉണ്ടാക്കുന്നുണ്ട് അടൂർ ഭവാനി. നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അതായത് അത്തരത്തിൽ വളിച്ച കോമഡികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള നടിമാരെ ഉപയോഗിച്ചിട്ട് വല്ലാത്തൊരു സങ്കടം വരും നമുക്ക്. അതുവരെ അവർ ചെയ്യേണ്ടി വരികയാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഒരു ദിവസത്തെ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. എന്നിട്ട് ഇത്തരം റോളുകൾ അവർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് അതൊക്കെ വളരെ ഹോണ്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ്. ചിലതൊക്കെ എഴുതുന്ന സമയത്ത് സത്യത്തിൽ കരഞ്ഞിട്ടുണ്ട്, വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും നമ്മള് സിനിമ കാണുക മാത്രമാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ഇപ്പൊ സാധന തെരുവിൽ അലഞ്ഞു മരിക്കുകയാണ് അവസാനം. അതായത് ഒരു കാലത്ത് ഇവിടത്തെ പുരുഷന്മാരെ മുഴുവൻ ഹരം കൊള്ളിച്ചുകൊണ്ട് ക്യാബറേ നൃത്തം ചെയ്ത ഒരു സ്ത്രീയാണ് അവര് അവസാന നിമിഷത്തിൽ ഒരു ഭ്രാന്തിയെ പോലെ, ഭിക്ഷക്കാരിയെ പോലെ തെരുവിൽ അലഞ്ഞു നടന്നു എന്നുള്ളതാണ്. അവരുടെ മരണം പോലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു. അതായത് സാധനയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ അത്രയും ദുരന്തം അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടം, എഴുതുമ്പോഴും അവരെ കുറിച്ച് അറിയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഊർജം കിട്ടും. ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ അടുത്തൊരു തുടങ്ങുന്നത്. നിങ്ങൾ ഇപ്പൊ അടുത്തൊരു ചോദ്യത്തിന് ഇപ്പൊ തന്നെ ഉദാഹരണമുണ്ട്. ബാലൻ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതിലെ അമ്മയെ പറ്റിയിട്ടാണ് ഇപ്പൊ ഡിസ്കഷൻ. ഇപ്പൊ ചോദിച്ചല്ലോ പണ്ടത്തെ അമ്മയും ഇപ്പോഴത്തെ അമ്മയും സമൂഹത്തിന് വല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമയില് ഈ ബാലന്റെ അമ്മ നല്ല അമ്മ ആവാത്തോണ്ടാണ് ബാലന് ഈ പീഡ മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അതിന്റെ ഇപ്പൊ കുറെ ഡിസ്കഷൻ നടക്കുന്നത്. അവർ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള അമ്മയാണ്. അവരുടെ കുറ്റവാളിയായിട്ടുള്ള അമ്മ തന്റെ കുറ്റങ്ങൾ തുടരാൻ വേണ്ടി കുഞ്ഞിനെ വീണ്ടും വീണ്ടും അങ്ങനെ ആക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇത്രയും സ്ത്രീയെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ ആ സ്ത്രീ കഥാപാത്രത്തെ വിമർശിക്കുന്ന 2026 പ്രോഗ്രസീവ് ആയിട്ടുള്ള മലയാളിക്ക് ആ സ്ത്രീയുടെ അപ്പുറത്ത് എങ്ങനെയാണ് ആ സ്ത്രീ കുറ്റവാളിയായത്, ആ സ്ത്രീയുടെ ഈ പറയുന്ന കുട്ടിക്ക് ഒരു അച്ഛനുണ്ടെങ്കിൽ ആ അച്ഛനെ കുറിച്ചിട്ട് ഒരു വാചകം പോലും പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അപ്പോഴും അതായത് നല്ല അമ്മ ഉണ്ടായാൽ മാത്രമാണ്, അമ്മയുടെ വളർത്തുദോഷം എന്ന് പറയുന്നതാണ് ഇപ്പോഴും ഇഷ്യൂ ആയിട്ട്, അല്ലെങ്കിൽ അതാണ് നമ്മളിപ്പോഴും ആ സിനിമ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലല്ല പറയുന്നതെങ്കിൽ പോലും നല്ല അമ്മ ഉണ്ടായാൽ മാത്രമാണ് നല്ല തലമുറ ഉണ്ടാകൂ എന്ന് പറയുന്ന സന്ദേശത്തിലാണ്. അമ്മയാണ് നല്ലത് ഉണ്ടാക്കേണ്ടത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് അമ്മയല്ലേ നല്ലതല്ലേ കൊടുക്കൂ എന്നുള്ളതാണ് കിൻഡർ ജോയുടെ പരസ്യം. ഇത് അമ്മയുടെ പണി എപ്പോഴും കവിയൂർ പൊന്നമ്മമാരാവുക എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് അമ്മയ്ക്ക് പോകാൻ അനുവാദമില്ല. അങ്ങനെ പോകുന്ന അമ്മമാരെ, അല്ലെങ്കിൽ വ്യവസ്ഥയിൽ അത്തരത്തിൽ ഒരു അമ്മയ്ക്ക് പോകേണ്ടി വരുന്നതിന്റെ എത്രത്തോളമാണ് വ്യവസ്ഥ അവരോട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. എപ്പോഴാണ് ഒരു അമ്മ കുറ്റവാളിയാകുന്നത്, എങ്ങനെയാണ് അവർക്ക് അത് അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കില്ല. അത് ഇപ്പോഴും 2026 അത് തന്നെയാണ് നമ്മൾ മൂല്യമുള്ള അമ്മയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കറിയാം എന്നുള്ളൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലാണെന്ന് തോന്നുന്നു പാർവതി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അത് എത്രയോ 2010 ശേഷമാണ് ഒരു നായിക, ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള നായിക ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരികയും അല്ലെങ്കിൽ അവർ വേറൊരാളെ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ പോലും ഉണ്ടാവുന്നത് 2010 ശേഷമാണ്. 2020 ആവുമ്പോഴാണ് അതിന്റെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കഥാപാത്രം. പക്ഷെ അപ്പോൾ പോലും അങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ടാവുമ്പോൾ പോലും കുടുംബം എന്ന് പറയുന്ന സ്ഥലത്ത് കോംപ്രമൈസ് ചെയ്യുന്ന കഥാപാത്രങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതിന്റെ ഒരു തുടക്കം വരുന്ന കഥാപാത്രങ്ങളാണ് ഹവോൾഡാറിയും ഒക്കെ, എന്നും എപ്പോഴും പോലുള്ള.
എപ്പോഴും ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം കുടുംബമാണ്. ആ കുടുംബത്തിലെ നേട്ടത്തിന് വേണ്ടിയിട്ട് മറ്റെല്ലാ നേട്ടങ്ങളും നമുക്ക് മാറ്റി വെക്കാമെന്നും എത്ര നമ്മള് പ്രോഗ്രസീവ് ആയാലും നമുക്കൊരു സപ്പോർട്ട് അത് 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 തരേണ്ടത് പുരുഷനും പറഞ്ഞു വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രസീവ് അങ്ങനത്തെ ഒരു ഇത് എല്ലാം കൊള്ളാം, നിങ്ങൾക്ക് എല്ലാം വേണം, പക്ഷെ ആ കൊള്ളാവുന്നതെല്ലാം ഈ പറയുന്ന പരിധികളിലാണ് വേണ്ടത് എന്ന് പറയുന്ന രീതിയിലാണ് പുതിയ സിനിമകളിൽ വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇപ്പൊ അഗ്നിപുത്രി എന്നുള്ള സിനിമ എടുത്തു വെച്ചാൽ വേശ്യയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന നായകൻ അതിനകത്ത്. ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ ഇപ്പോഴും നമുക്ക് ബോൾഡായിട്ട് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിനിമ. അന്ന് അങ്ങനത്തെ സിനിമകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് ഒരു മെലോഡ്രാമ സ്റ്റൈലിലോ ഈ പറയുന്ന സിനിമാറ്റിക് ഗുണങ്ങളോ ഇല്ലാതെ ആയിരിക്കും ഇല്ലാതെയാണ് ഉണ്ടായിട്ടുള്ളത്. അതൊഴിച്ചാൽ ഇതിനേക്കാൾ ഉഗ്രമായിട്ടുള്ള പ്രമേയങ്ങൾ അന്നത്തെ നടിമാര് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ വലിയ സിനിമയ്ക്ക് ഒരു വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളുടെ ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള ഒരു നടിയാണല്ലോ മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ വ്യക്തി ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ. അവര് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അവർക്ക് സിനിമയിൽ കിട്ടുന്ന കഥാപാത്രങ്ങൾ ഏത് ലെവലിലാണെന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴും പുരുഷ കഥാപാത്രത്തിന്റെ ബദലായി അതിന് താഴെ ഒരു നിഴലായിട്ട് ഇപ്പൊ ലൂസിഫർ പോലുള്ള സിനിമ എടുക്കാം, അല്ലെങ്കിൽ മമ്മൂട്ടിയോട് അഭിനയിച്ച സിനിമയിലൊക്കെ പ്രീസ്റ്റോ അതിലോ എല്ലാത്തിലും ഒരു നിഴൽ പോലെയുള്ള കഥാപാത്രം. എന്തിനിപ്പോ രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ച സിനിമയിൽ പോലും എന്ത് റോളാണ് മലയാളത്തിലെ ഒരു സൂപ്പർ താരത്തിന്, ഒരു സൂപ്പർ നായികയ്ക്ക് കിട്ടുന്നത്? അതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മളൊരു ഇവിടുത്തെ നായികയെ ഇപ്പൊ ഉള്ള ഒരു സൂപ്പർ താരത്തെ പോലും ലേഡി സൂപ്പർ സ്റ്റാർ എന്നാ പറയുള്ളൂ. സൂപ്പർ സ്റ്റാർ പദവി പുരുഷനുള്ളതാണ്. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ചേർത്താലേ നമുക്കൊരു സമാധാനം ഉള്ളൂ. ആ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് നയൻതാര, ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ. എന്തുകൊണ്ടാണ് നമുക്ക് അവരെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റാത്തത്? 2026 അങ്ങനെ തന്നെയാണ് കാലം പോകുന്നത് എന്നുള്ളതിന് തെളിവാണ് ഇതൊക്കെ. ശരിയാ. താങ്ക് യു മിസ്. സേതു മാം 2 വാക്ക്. ശരി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം ടീച്ചർ, നന്ദി എന്നെ വിളിച്ചതിന്. ഞാൻ പിന്നെ സ്റ്റുഡൻസ് ആണ്, അപ്പൊ അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തത്. അപ്പം എനിക്ക് ആദ്യം തന്നെ അക്ഷയയുടെയാണ് വളരെയധികം ഒരു വലിയൊരു അപ്രീസിയേഷൻ ഞാൻ ഇതിനകത്ത് പറയുന്നു. വളരെ നന്നായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. എല്ലാം കൃത്യമായിട്ട് ഒരു വാക്ക് പോലും മിസ് ചെയ്യരുതെന്ന് ആഗ്രഹിച്ചതാണ്. ഭയങ്കര ഒഴുക്കായിരുന്നു ഇങ്ങനെ പറയണതിൽ, അവതരിപ്പിക്കുന്നതിൽ. അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാ മേഖലകളും കവർ ചെയ്തതായിട്ടാണ് അക്ഷയുടെ രീതിയിൽ. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഞാൻ ഈ അതിനകത്ത് മാഡത്തിനോട് പറയാണ്, ഞാനിത് കുട്ടികളുടെയും അവരുടെ ടീച്ചേഴ്സിന്റെയും ഒക്കെ ഒരു മേഖലയിലേക്ക് ഞാൻ കടന്നു കയറിയതാണ് ഈ ഒരു ടീച്ചറുടെ സഹായത്തോടെ. അപ്പം എനിക്കതിൽ വലിയ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ വലിയ സന്തോഷം. അത് നമുക്ക് വായിക്കാനും അതൊരു പ്രേരണയും കൂടിയാണ്. അപ്പോൾ അത് ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കും. അപ്പം എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മള് ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ആശയം പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മള് PK റോസിയുടെയാണ് കൂടുതലായിട്ടും അക്ഷയ അതിനകത്ത് പറഞ്ഞത്. അത് എല്ലാവർക്കും, അതായത് ഒരു അഭ്രപാളിയില് അല്ലെങ്കിൽ വെള്ളിത്തിരയില് ഒരു സ്ത്രീയുടെ വരവിനെ അത്രത്തോളം അത് നമ്മള് സെല്ലുലോയിഡാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് PK റോസിയും കൂടി അറിയാനായിട്ട് കമല് പുതിയ ജനറേഷനും ഒക്കെ ഒരു അവസരവും കൂടി കിട്ടിയത്. പിന്നെ PK റോസി ഫൗണ്ടേഷൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ പലർക്കും അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇപ്പോഴും നമ്മൾ JC ഡാനിയലായിട്ട് അവാർഡാണ് പറയുന്നത്. PK റോസി അവാർഡ് ഇതുവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പ്രേംകുമാറൊക്കെ വന്ന് കോഴിക്കോട് ഇതിന്റെ ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ വനിതാ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നപ്പോൾ ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ പറഞ്ഞത് പറയല്ല, പക്ഷെ PK റോസി മെമ്മോറിയൽ ഒരു ഏർപ്പെടുത്തേണ്ടതായിട്ടുള്ള അവരുടെ സ്മരണയ്ക്കായിട്ട് ഒരു നടിക്കും PK റോസിയെ വണങ്ങാതെ വെള്ളിത്തിരയിലേക്ക് അവർ ഓർക്കാതെ വരാൻ കഴിയില്ല. അത്രത്തോളം കല്ലേറ് കൊണ്ട് ഓടിപ്പോയി ഇട്ടുള്ള ഒരു അമ്മ, എല്ലാവരുടെയും അമ്മ എന്ന് നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല, ഒരു വലിയ കലാകാരി. അപ്പൊ അവരുടെ ഇതുവരെയും ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ഈവൺ നമ്മളിപ്പം ഇത് എടുത്ത് VD സതീശന്റെ ബഡ്ജറ്റിൽ വരെ നമ്മൾ എറണാകുളം ഒരു ഫിലിം സിറ്റി ആവുമ്പോൾ ഡാനിയലിന്റെ പേരിലാണ്, അപ്പോഴും റോസിയുടെ പേരിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അത് നമ്മൾ കൂട്ടായിട്ട് ഒരു ശ്രമം നടത്തേണ്ടതല്ലേ? PK റോസിയുടെ പേരിലുള്ള ഒരു സിറ്റിയോ ഇവിടെ വരുമ്പോൾ PK റോസിക്ക് പ്രാധാന്യം ഉള്ളതല്ലേ എന്നാണ് ആദ്യത്തെ എൻ്റെ ഒരു പങ്കുവെക്കൽ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം
എനിക്കിത് ഏത് എല്ലാം കൂടി ഉൾപ്പെടുത്തണോ? അതിപ്പോ എഴുത്തുകാരിയുടെ ഒരു എന്താണ് പറയാ, അവരുടെ ഒരു അവരുടെ മനസ്സാണല്ലോ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന്. അപ്പൊ പഴയ കാലത്ത് ഒരു അംബിക എന്ന് പറഞ്ഞൊരു നടി ഉണ്ടായിരുന്നു. അപ്പം അവരും ഇതുപോലെ നന്നായിട്ട് അഭിനയിച്ച സിനിമ. അത് മാത്രമല്ല, നന്നായിട്ട് ഇപ്പൊ ഷീലയെ പോലെ അല്ലെങ്കിൽ ശാരദയെ പോലെയൊക്കെ ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തില് ഒരു ഇരുണ്ട നിറക്കാരി വന്നതായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഓപ്പൺ സ്റ്റേജിൽ ഇങ്ങനെ അവരെ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു ഫംഗ്ഷനിൽ അവരെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അന്ന് അവര് പ്രശസ്തിയായിട്ടുള്ള നടിയെ ആണ്. പക്ഷെ അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അതേപോലെ തന്നെ ഈ സാധന എന്നൊക്കെ ഉള്ളവരുടെ കൂടെ തന്നെ ഒരു മാദകമായിട്ടുള്ള ഇതാണ് മല്ലിക, ഇപ്പൊ മല്ലിക സുകുമാരൻ എന്നുള്ളത്. എന്തായാലും ഈ സാധന എന്ന് പറഞ്ഞവരെ ഉൾപ്പെടുത്തിയതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അത് അവരുണ്ടാവുമോ എന്നുള്ളതാണ് ഞാൻ ഇത് അവതരിപ്പിക്കുമ്പം നോക്കിയത്. അപ്പൊ അവര് വന്നിട്ടുണ്ട്. പിന്നെ പ്രേമ എന്ന് പറഞ്ഞിട്ട് ശോഭയുടെ അമ്മയുണ്ട്. ആ പ്രേമയും ഇതുപോലെ വെള്ളിത്തിരയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. റാണിചന്ദ്ര എന്നെ ഉൾപ്പെടുന്നെന്ന് പറയുന്നു. സ്വപ്നാടനത്തിലൊക്കെ ഉണ്ടായിരുന്ന വിമാനം അപകടത്തിൽ മരിച്ചു പോയിട്ടുള്ള അവര്. പിന്നെ അതേപോലെ തന്നെ കുട്ടിയടത്തി വിലാസിനി എന്നുള്ളവര് ഉണ്ടോ, കുളപ്പുള്ളി ലീല, ഇങ്ങനെയുള്ളവരൊക്കെ ഇതിനകത്ത് അങ്ങനെയുള്ളവരൊക്കെ കൊടുക്കാൻ സാധ്യതയുള്ളതാണോ ഈ പുസ്തകം എന്നുള്ളത് അറിയില്ല. അതേപോലെ തന്നെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായതാണ് എന്താണ് പറയാ, സീമ അവളുടെ രാവുകളിൽ പെട്ടെന്ന് വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ട് ഉള്ളതാണ്. അപ്പം അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ 1977 PA ബക്കർ സംവിധാനം ചെയ്ത ചുവന്ന വിത്തുകൾ, സലാം കാരശ്ശേരിയാണ് തോന്നുന്നത് അതിന്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അതിൽ അഭിനയിച്ചിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു നടിയാണ് ശാന്തകുമാരി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവര് വളരെ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാതായിപ്പോയി, ചെറിയ ചെറിയ റോൾ. പക്ഷെ ആ വരുന്ന ഇതിലൊക്കെ അവർ വളരെ മികവാണ് ചെയ്യുന്നത്. ഒരു ശാന്തകുമാരി എന്ന് പറഞ്ഞിട്ട് ഒരു നടി ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എൻ്റെ ഒരു ഇതിലൂടെ ഇവരൊക്കെ വന്നിട്ടുണ്ടോ, അത് വിട്ടുപോയതാണോ ശാന്തകുമാരി എന്ന് അറിയില്ല. പിന്നെ ഇനിയുള്ള ഒരു എഴുത്തുകൾ ഇപ്പൊ ഏതൊക്കെ ഭാഗങ്ങളായിട്ട് എവിടെ വെച്ചാണ് തിരിച്ചേക്കണതെന്ന് ഇനിയിപ്പോ വായിച്ചു കഴിഞ്ഞാലാണ് മനസ്സിലാവുക. അപ്പൊ അങ്ങനെയുള്ളതിൽ ഇനിയിപ്പോ എഴുതാനുള്ള ഇതിലാണെങ്കിലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഉണ്ണിമേരി എന്ന് പറഞ്ഞൊരു നടി ഒരുപാട് സഹിച്ചിട്ടുള്ളതാണ് ഈ പേട്രിയാർക്കിയുടെ. അവർക്ക് ശരിക്കും പറഞ്ഞിപ്പോ ഈ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കാണുമ്പോൾ അവർ ചെയ്യാനുള്ളൊരു സംഗതി അവർ വളരെ തീവ്രതയോടുകൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും റോളില് തീവ്രതയോടുകൂടി ആണ് അവർ ചെയ്യുന്നത്. പക്ഷെ പേട്രിയാർക്കിയുടെ ആ നോട്ടത്തിനനുസരിച്ചിട്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ള റോളുകളും കാര്യങ്ങളും. അതുകൊണ്ട് അവരുടെ ശരിക്കുള്ള കഴിവിനെ ഉപയോഗിക്കാൻ പറ്റാതെ പോയിട്ട് ആൾക്കാരിൽ നിന്ന് കല്ലേറ് വാങ്ങിച്ചിട്ടുള്ളതും അവരുടെ പ്രൈവറ്റ് കാര്യങ്ങളിൽ പറയുന്ന ഒരു ആളുമായിട്ട് മാറിയ ഒരു നടിയാണ് ഉണ്ണിമേരി. അവരെ മറക്കാൻ പറ്റില്ല ഇന്ത്യൻ മലയാളം സിനിമയ്ക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ റാണി പത്മിനി എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർക്കും ഇതേപോലെ ഒരു മാദകമായിട്ടുള്ള ഒരു റോളുകളൊക്കെ കൊടുത്ത് അവസാനം ഒരു മദ്രാസിൽ വളരെ ഇതായിട്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഇവരൊക്കെ, ഞാൻ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇതൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി, ഇവരൊക്കെ കാര്യങ്ങള്. അത്തരം സ്ത്രീകള്, അത് പ്രത്യേകിച്ച് സ്ത്രീകളെ ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ തമാശകൾ, ഇവിടെ കുറെ തമാശകൾ ഉണ്ടാവില്ലായിരുന്നു സ്ത്രീകളില്ലായിരുന്നെങ്കിൽ. സ്ത്രീകളെ ചുറ്റിപ്പറ്റിയിട്ടും അവരെ അംഗ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് ഈ ജഗതി പോലുള്ള ആൾക്കാരായാലും ഒക്കെ വലിയ വലിയ നടന്മാരായത്, അവരുടെ പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടും എന്നാണ് എനിക്ക് ഉള്ള ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു. അപ്പം മാഡം, ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പോഴേ എന്താണ് നമുക്ക് ഈ കാര്യങ്ങൾ ഞാനിപ്പം പറഞ്ഞതിൽ ഇതായിട്ട് ഇപ്പം ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഇതിനെല്ലാം പറ്റിയിട്ട് ഈ AMMA എന്ന് പറഞ്ഞ ഈ സംഘടനയ്ക്ക് അത് മാം ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാനോ എന്തെങ്കിലും ഇനിയുള്ള എഴുത്തിലോ എന്തെങ്കിലും, കാരണം ഈ AMMA എന്ന് പറഞ്ഞൊരു സംഘടന സിനിമാ സംഘടന ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഒരു എന്തെങ്കിലും അവരെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർ ബാധ്യസ്ഥരല്ലേ. അപ്പൊ അവരെയൊക്കെ ഇതിലേക്ക് അതൊരു കോൺട്രവേഴ്സി ഒക്കെ ആവുമോ എന്നെങ്കിലും എന്നൊരു ചിന്ത മാമിനുണ്ടോ? അതേപോലെ തന്നെ സ്ത്രീകളുടെ ഈ സഹനങ്ങൾ പറയുമ്പോൾ അതൊരു ഗോസിപ്പ് പോലെ ആയി പോകുമോ എന്നുള്ളത് ഉണ്ടോ എന്നൊക്കെയാണ് എൻ്റെ ഒരു ഇന്ററാക്ഷൻ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഞാൻ ഇത് അതുപോലെ
അതുപോലെ മിസ് കുമാരിയുടെ, അപ്പൊ ഞാൻ ഈ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ അയ്യോ മിസ് കുമാരി എന്നൊക്കെ, എൻ്റെ ചെറിയ ഒരു 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ മിസ് കുമാരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ ആണ്. പിന്നെയാണ് നമ്മൾ മിസ് കുമാരിയുടെ നീലക്കുയിലൊക്കെ കാണുമ്പോൾ നമുക്ക് എത്രയോ ഈ നടികൾ, അതുപോലെ തന്നെ വിജയശ്രീ, ഉദയായുടെ, പിന്നെ നമ്മൾ ഈ ഉദയായുടെ എന്നൊക്കെ നമ്മളിങ്ങനെ പലരും പറയണത് കേട്ടോ, നമുക്ക് വാസ്തവം അറിഞ്ഞൂടാ അത് ഏകദേശം അവരുടെ കഥയാണോ എന്ന് അറിഞ്ഞൂടാ. പിന്നെ എന്താണ് പറയാ, ഈ ദീദി ചെയ്ത ഒരു, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം അതില് അവര് ഇത് പരാമർശിച്ചോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇവരെല്ലാം ഒരുപാട്, വിജയശ്രീ ആയാലും മിസ് കുമാരി ആയാലും ഒക്കെ അവരുടെ സ്മരണയുടെ അതൊന്നും മറക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടായതിൽ എനിക്ക് വലിയ ഞാൻ എൻ്റെ സല്യൂട്ട്. ഞാൻ ഈ വായിക്കാൻ ശ്രമിക്കും. അതിൻ്റെ കൂടെ ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച്. സേതു ടീച്ചർ പറഞ്ഞ ആദ്യത്തെ കാര്യം PK റോസിയുടെ പേരിലുള്ളത് നമ്മളും പലപ്പോഴും പല സമയത്ത് മീറ്റിംഗ് കൂടുമ്പോൾ നമ്മളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് PK റോസിയുടെ പേരിൽ ഒരു പുതിയ സമിതി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് സർക്കാരിന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു സമിതി തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പൊ നമ്മള് വെള്ളിമാടുകുന്ന് കേന്ദ്രീകരിച്ചിട്ടുള്ള നമ്മുടെ ചൈൽഡ് ആൻഡ് ഡെവലപ്മെന്റ്, വുമൺ ആൻഡ് ചൈൽഡിന്റെ സെന്റർ ഉണ്ടല്ലോ, നമ്മുടെ പഴയ കളക്ടറാണ് ഇപ്പൊ അതിന്റെ ചാർജ്. അപ്പൊ അവിടെയും ഒക്കെ ഇപ്പൊ PK റോസിയുടെ പേരിലാണ് നമ്മൾ വുമൺ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളും ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ചലച്ചിത്ര അക്കാദമിയുടെ പരിപാടികളിലൊക്കെ ഇങ്ങനെ JC ഡാനിയൽ എന്നതുപോലെ തന്നെ ടീച്ചർ പറഞ്ഞൊരു സജഷൻ പലരും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ എല്ലാവരും അതിനെപ്പറ്റി ഒരു ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒരു നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ അതങ്ങനെ നിന്നുപോയി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ നമ്മുടെ കോട്ടയത്തെ മഴവിൽ ഫിലിം സൊസൈറ്റി ആയാലും വനിതകൾ മുന്നോട്ട് നടത്തുന്ന മിക്ക ഫിലിം സൊസൈറ്റികളും അവരുടെ ഫിലിം ഫെസ്റ്റിവലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പേരിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. മിക്കവാറും പേര് PK റോസി മെമ്മോറിയൽ ഫിലിം അങ്ങനെയാണ്, PK റോസി ഫിലിം സൊസൈറ്റി ആയിട്ടും അങ്ങനെ മിക്കവാറും അങ്ങനെ വന്നിട്ടുണ്ട് മിക്കവാറും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമ്മർദ്ദം കൊണ്ടെങ്കിലും ഇത് ഈ രീതിയിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ശുഭപ്രതീക്ഷയാണുള്ളത്. പിന്നെ മറ്റൊന്ന് ടീച്ചർ പറഞ്ഞ കാര്യങ്ങളിൽ അംബിക ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, പ്രേമ ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടാതെ പോയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, റാണി ചന്ദ്രയും റാണി പത്മിനി ഇതിനകത്ത് വന്നിട്ടില്ല, ലീല ചേച്ചി ഇതിനകത്ത് വന്നിട്ടില്ല, ശാന്തകുമാരി അവരെ എഴുതിയിട്ടുണ്ട്. അവരുടെ ഒരു ഡാറ്റ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് പിന്നെ അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ അതാണ് ഞാൻ വിട്ടുപോയ കണ്ണികൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതും എന്ന് പറഞ്ഞത്. പിന്നെ ഇത് 1960 വരെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഉണ്ണിമേരിയൊക്കെ തീർച്ചയായിട്ടും ശേഷം വരുന്നതാണ്. സീമ തീർച്ചയായിട്ടും, സീമയെല്ലാം എഴുതി വെച്ചിട്ടുള്ളതാണ്, സീമയെല്ലാം സീരീസിൽ വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് അത് 60 മുതൽ 80 വരെയാണ് അടുത്തൊരു കാലഘട്ടത്തിലെ എഴുത്ത്. ചിലപ്പോൾ 90s വരെ ഒരു വോള്യത്തിലേക്ക് ഒതുക്കാനായിട്ട് ശ്രമിക്കുക. 80 വരെയാണ് ഒരു കാലഘട്ടം വെച്ചിരിക്കുന്നത്. നമ്മള് ആഗോളവൽക്കരണത്തിന് 90s വിഷ്വൽ കൾച്ചറിന്റെ ഒരു കൾച്ചർ മാറുന്ന സമയം വരെയുള്ള ഒരു കാലഘട്ടം എന്നുള്ള രീതിയിലാണ് ഈ 90s വരെ വെച്ചിരിക്കുന്നത്. 60 ശേഷം ഇപ്പൊ KPSC ലളിത, ഇതിനകത്തിപ്പോ ശ്രീവിദ്യ ഇല്ല. ശ്രീവിദ്യ എല്ലാം അതിന് തൊട്ട് മുമ്പത്തെ ഇവിടെ നമ്മളുടെ ഒരു പുതിയൊരു ഫെമിനിസ്റ്റ് KG ജോർജിന്റെ സിനിമകൾ കൊണ്ടുവന്ന ഒരു മാറ്റവും അതിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു പങ്കൊക്കെ വേറെ രീതിയിൽ ഇനിയത്തെ ഒരു കാലത്തെ റീഡിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി മുറുക്കി പറയാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ നമുക്കുണ്ട്. പഴയതിനേക്കാൾ സജീവമായിട്ട് നമ്മളുടെ ലിംഗ പഠനത്തെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഇനിയൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ട്. അപ്പൊ അത് ഉണ്ണിമേരി തീർച്ചയായിട്ടും അതിനകത്ത് വരുന്നുണ്ട്. സിനിമയെല്ലാം ആ രീതിയിൽ വരുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം. പിന്നെ എന്താ പറഞ്ഞില്ല, എനിക്ക് PK റോസിയുടെ കാര്യം തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞൊരു സജഷനാണ്. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ചർച്ചകളിലും സർക്കാർ സമന്നുള്ള ഒരു പരിപാടി നടത്തിയിരുന്നു, ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ അല്ലെ വുമൺ എംപവർമെന്റിന്റെ ഭാഗമായിട്ട് ഒരു പരിപാടി നടത്തിയിരുന്നു. അപ്പൊ ഇതിലൊക്കെ നമ്മൾ എപ്പോഴും വെക്കുന്ന ഒരു സജഷനാണ് ഈ രീതിയിലുള്ള സജഷൻ. അപ്പൊ അത് എപ്പോഴെങ്കിലും നമ്മളുടെ ഇപ്പോ ഈ പിന്നെ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഈ പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴും മലയാള സിനിമയിൽ നിന്ന് അതായത് അന്നൊരു നടിയെ ആട്ടി ഓടിച്ചതുപോലെ വീണ്ടും ഒരു മലയാള സിനിമയിലെ ആദ്യത്തെ അതിജീവിതയാണ് PK റോസി എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകൾ ഇപ്പൊ വരികയാണ്. നമ്മളുടെ ഈ നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിന് ശേഷം മലയാള സിനിമയുടെ 100ാം വർഷം എത്തുമ്പോഴും ഒരാളെ ഓടിക്കുന്ന, നടിയെ എവിടെ നിന്ന് അടിച്ചോടിക്കുന്ന, പീഡിപ്പിച്ചോടിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ പൊളിറ്റിക്സ് അതിൽ എത്രത്തോളം നമ്മൾ ഒരു അധികാരം മുകളിൽ നിൽക്കുമ്പോൾ പോലും, പ്രിവിലേജ് ഉള്ളവരവിടെ നിൽക്കുമ്പോൾ പോലും അത് അഭിസംബോധന ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യ അധ്യായത്തിൽ
തുടക്കത്തിൽ തന്നെ അതിന്റെ സൂചന, ഇതിന്റെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ അതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും വരുന്ന സമയങ്ങളിൽ ഞാനിപ്പോ ആലോചിക്കുന്നതാണ്, ഈ 2019 എഴുതുന്ന സമയത്ത് ഒരുപക്ഷെ എനിക്ക് ഭാവനയെയോ പാർവതിയെയോ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല എഴുതുക. പക്ഷെ ഇപ്പോ അവരെ എഴുതേണ്ടുന്ന വിധം തന്നെ മാറി. നമ്മൾ നേരത്തെ എഴുതാൻ തീരുമാനിച്ച പോലെ ഒരിക്കലും നമുക്ക് അവരെ ഇനി എഴുതാൻ പറ്റില്ല. മറ്റൊരു രീതിയിൽ തന്നെയാണ് അവരെ എഴുതേണ്ടി വരിക. അതാണ് കാലരീതി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ വേറൊരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് സിനിമയുടെ നമ്മുടെ സമൂഹത്തിന്റെയും പൊളിറ്റിക്സ് കൂടി ഇതിനകത്ത് എഴുതേണ്ടി വരാന് ഇത്രയും കാലത്തിന് ശേഷം ഒരു നമ്മള് സിനിമയെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ആ ഇൻഡസ്ട്രിക്ക് അകത്ത് ഇത്രയധികം പണിയെടുത്ത് ഇപ്പൊ നമ്മൾ പറയില്ലേ, എപ്പോഴും ഇപ്പൊ പറയുന്ന ഒരു കാര്യമാണ് ഈ മമ്മൂട്ടിയുടെ സിനിമയും മോഹൻലാലിന്റെ സിനിമയൊക്കെ വരുമ്പോ ഇൻഡസ്ട്രി ഉണ്ടാക്കിയിട്ടുള്ളത് ഇവരാണെന്ന് പറയാ. അതുകൊണ്ട് അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. ഈ ഇൻഡസ്ട്രിയുടെ ബേസ് ഉണ്ടാക്കിയത് മലയാള സിനിമയിൽ പെണ്ണുങ്ങൾ കരഞ്ഞിട്ടാണ് എന്നാണ് ഞാൻ അവിടെ മിസ് കുമാരിയുടെ അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് പറയുന്നത് ജീവിത നൗകയാണ്. അപ്പൊ മലയാളത്തിലെ പെണ്ണുങ്ങൾ കരഞ്ഞുണ്ടാക്കിയ മൂലധനമാണ് ഇവരുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻഡസ്ട്രിയിൽ ഇപ്പോ ഉള്ള നടന്മാരെ വെച്ചിട്ട് എന്നാൽ ഇപ്പൊ നമ്മൾ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇപ്പൊ തുല്യ വേതനത്തെ കുറിച്ചുള്ള ചർച്ചകൾ പാർവതി മുന്നോട്ട് വെച്ചപ്പോ എന്നാൽ ഇവള് പോയി 100 കോടി സിനിമ ഉണ്ടാക്കട്ടെ, ഇവള് ഇൻഡസ്ട്രിക്ക് സംഭാവന എന്താണ് ചെയ്തിട്ടുള്ളത്, ഇൻഡസ്ട്രിയോടെ പിടിച്ചു നിർത്തുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഇക്കയും ഏട്ടനും ഒക്കെ തന്നെയാണെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പ്രതിഭയെയും അവരുടെ സംഭാവനകളെയും ഒന്നും നമ്മൾ വിസ്മരിക്കുന്നില്ല. പക്ഷെ അതിനു മുമ്പുള്ള ചരിത്രത്തിൽ ഇൻഡസ്ട്രിയെ ഈ നിലയ്ക്ക്, പ്രത്യേകിച്ച് ഇവിടെ സ്റ്റുഡിയോ പോലും ഇല്ല, നമ്മള് കോടമ്പാക്കത്ത് മദ്രാസിൽ പോയിട്ട് നമ്മള് തെലുങ്കിനും തമിഴിനും കന്നഡയ്ക്കുമുള്ള ഇടവേളയിൽ പുലർച്ചകളിൽ 1 മണി 2 മണി നേരത്താണ് ഈ ഷൂട്ട് നമുക്ക് അനുവാദം കിട്ടുക. കാരണം അവര് 3 പേരാണ് പ്രബലര്. അപ്പൊ ആദ്യം കന്നഡ ഷൂട്ട് ചെയ്യും, തെലുങ്ക് ഷൂട്ട് ചെയ്യും, തമിഴ് ഷൂട്ട് ചെയ്യും. അതിന് കിട്ടുന്ന ഇടവേള സമയം എന്ന് പറയുന്നത് പുലർച്ചെ സമയമാണ്. അന്ന് നമുക്കറിയാം ഉണ്ണിയാർച്ച പോലുള്ള സിനിമകളൊക്കെ ഈ കെട്ടി ഒരുങ്ങി ഇതെല്ലാം കെട്ടി ഒതുക്കി 2-3 ദിവസമൊക്കെ ഒരേ വസ്ത്രം ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നസീർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല സമയത്തും, അവർക്ക് പോയി പുറത്തു പോയി ഇപ്പൊ ടോയ്ലറ്റിലൊക്കെ പോകാൻ കുഴപ്പമില്ല, പക്ഷെ ഈ ഉടുത്തുകെട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു സ്ത്രീ രാവിലെ മുതൽ വൈകുന്നേരമോ പിറ്റേ ദിവസമോ വരെ കാത്തിരിക്കേണ്ടി വരികയും സ്റ്റുഡിയോയുടെ പുറത്തിരിക്കേണ്ടി വരികയും ഒരു റൂം പോലും ഇല്ല, ഒരു പേഴ്സണൽ റൂം പോലും ഇല്ല. സ്ത്രീകളെല്ലാം ഒരു മുറിയിലും പുരുഷന് നസീറിനെ പോലുള്ളവർക്ക് മാത്രമാണ് റൂം ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഈ വീരാങ്കനയായിട്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. വീരാങ്കനയായിട്ട് അഭിനയിക്കുകയാണ് സിനിമയില്. പക്ഷെ അവിടെ സ്റ്റുഡിയോയുടെ പുറത്ത് അനാഥയെ പോലെയോ അല്ലെങ്കിൽ അത്രയും ഗതികെട്ടകളായിട്ട് ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ട് സുകുമാരി അമ്മ പല സമയത്ത് അത് പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയുടെ പുറത്ത് നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ പുരുഷനാണ് ഇൻഡസ്ട്രി ഉണ്ടാക്കിയത്, 100 കോടി ഉണ്ടാക്കുന്നത് ഇവരാണെന്നുള്ള രീതിയിൽ പറയണത്. ഇതിനൊരു ബേസ് ഉണ്ടാക്കിയത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നായികമാര് തന്നെയാണ്. നായികമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ത്രീകൾ. അന്നത്തെ കഥയുടെ പക്ഷം, അത് വെക്കുന്ന പക്ഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായി എന്നുള്ളത് അത് അവരുടെ കുറ്റമല്ല. വ്യവസ്ഥ അങ്ങനെയാണ് ശീലിക്കുന്നത്. വ്യവസ്ഥ കാണിച്ചു തരുന്ന ആദർശവതികളായിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് വ്യവസ്ഥയ്ക്ക് ആവശ്യം എന്നുള്ളത് കൊണ്ടാണ് അവർ ആ കഥാപാത്രങ്ങളിൽ അഭിനയിച്ചത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ജയഭാരതി ആയിരിക്കും മലയാള സിനിമയിൽ ഏറ്റവും അധികം കുളിച്ചു കയറിയ ഒരു നടി. മലയാള സിനിമയിലെ കുളി സീനുകൾ സത്യത്തിൽ നമ്മൾ എഴുതേണ്ടുന്ന ഒരു പേപ്പറാണ്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ സാമാന്യ വ്യവഹാരമായ അഴുക്ക് കളയുന്ന ഒരു പ്രക്രിയയായിട്ടുള്ള കുളിയെ ഇപ്പൊ നോക്കൂ, ദൃശ്യം എന്നുള്ള ഒരു സിനിമ പോലും നിലനിൽക്കുന്നത് ഒരു കുളി സീനിലാണെന്ന് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. അതാണ് ഇപ്പോഴും ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരു സ്ത്രീയുടെ ഒരു കുളിക്കുന്ന ഒരു ശാരീരിക പ്രക്രിയയെ ഒളിച്ചു നിന്ന് ഇപ്പോഴും അങ്ങനെ ഇപ്പൊ റീലുകളിലൊക്കെ ഇപ്പോഴും കുളി സീൻ ഒളിച്ചു കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമായിട്ടാണ്, അല്ലെങ്കിൽ അതാണ് ഇപ്പോഴും വിപണിയിൽ വിറ്റ് പോകുന്ന ഒരു ഐറ്റം. അപ്പൊ അത് അന്നത്തെ കാലത്ത് ഒരു നടിക്ക് ഇത്രയ്ക്കും കാലിബർ ഉള്ള ഒരു നടിക്ക് അത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, വ്യവസ്ഥ എന്തുകൊണ്ടാണ് അവരെ അതിന് വിധേയപ്പെടുത്തുന്നത്? അതിൽ നിന്ന് ഈ വിജയശ്രീയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പോലും അവര് ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രം അഴിഞ്ഞു പോവുകയും ആ രീതിയിലുള്ള അതിൽ നിന്നുള്ള സമ്മർദ്ദം, അത് വെച്ചിട്ടുള്ള ഭീഷണി നിന്നാണ് ഒരു ആത്മഹത്യയിലേക്ക് എത്തുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്, ഏറ്റവും ഒടുവിൽ വരെ കണക്റ്റഡ് ആണ്. ഈ ദൃശ്യം എന്നുള്ള സിനിമ പോലും നമ്മുടെ മലയാള സിനിമയുടെ ഈ പറഞ്ഞ നേരത്തെ കുട്ടി സംശയം ചോദിച്ചതുപോലെ ഇപ്പോഴും ഇത് ഉണ്ടോ എന്ന് ചോദിച്ചതുപോലെ ഇപ്പോഴും അത് വെച്ചിട്ട് ഒരു സിനിമ സൂപ്പർ 100 കോടി ിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പുരോഗമന പക്ഷത്തിൽ എത്രത്തോളം സ്യൂഡോ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ഇപ്പോഴും നമ്മുടെ അടിസ്ഥാന സദാചാര മൂല്യങ്ങൾ എവിടെയാണ് ഡെവലപ്പ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനോടൊക്കെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഇപ്പൊ ഈ പുതിയ കുട്ടികൾ അക്ഷയെ പോലെയോ അല്ലെങ്കിൽ ഇവിടെ സംസാരിക്കുന്ന കുട്ടികളെ പോലെയുള്ള കുട്ടികൾ സംസാരിച്ച് വരുമ്പോഴാണ് എപ്പോഴാണ് നമ്മുടെ മലയാള സിനിമയിൽ നിന്ന്
എനിക്ക് അങ്ങനെ ചെയ്യാനും ഇങ്ങനെ ചെയ്യാനും ഒരു പെണ്ണിനെ വേണം എന്നുള്ള ഡയലോഗ് പോയതെന്ന് ആലോചിച്ചാൽ മതി. പുതിയ ഒരു ജനറേഷൻ വന്നതിന് ശേഷമാണ്. ഞങ്ങളുടെ ജനറേഷനിൽ സ്ഫടികത്തിലെ ആടുതോമയാണ് ഞങ്ങളുടെ ഹീറോ ആയിരുന്നത്. അപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതിനുശേഷം നമ്മൾ കറക്റ്റ് ചെയ്യാണ്. അല്ല, എന്നെ അവിടെ തൊലിയുരിച്ച് നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് എന്നെയാണ് അവിടെ തൊലിയുരിച്ച് നിർത്തുന്നത് എന്ന് ബോധം വന്ന സമയത്താണ് ഇത്തരം കഥാപാത്രങ്ങളുടെ ഈ സ്ത്രീവിരുദ്ധത നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഉണ്ടാവാത്തതിന്റെ കാരണം തന്നെ അതാണ്. അതായത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു തലമുറ വരികയും ആ തലമുറയുടെ പേഴ്സ്പെക്ടീവ് തിയേറ്ററിൽ ഇരുന്ന് കൂവാനും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തങ്ങളുടെ വിമർശനങ്ങൾ കൃത്യമായി പറയാനും ഒരു സ്ത്രീപക്ഷം ഉണ്ടായതുകൊണ്ട്, അത് സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, പുരുഷന്മാർ ഉൾപ്പെടുന്ന, പുതിയ കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു പുതിയ പക്ഷം വന്നതുകൊണ്ടാണ് സിനിമ മാറിയത്. അപ്പൊ സിനിമ കാലത്തിനനുസരിച്ച് മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ഒരു ബോധമുള്ള കാണി ഉണ്ടാവുന്നത് കൊണ്ട് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ, ഈ പറഞ്ഞ കൂട്ടായ്മകളൊക്കെ നടത്തുന്നത് പോലും അത്തരത്തിലുള്ള ബോധമുള്ള കാണികളുടെ ഒരു കൂട്ടം വലുതായി വരുമ്പോൾ നല്ല സിനിമകൾ ഉണ്ടാകും. ഇതിനെ ഇത്രയെങ്കിലും മാറ്റം മലയാള സിനിമയിൽ ഉണ്ടാവാനുള്ള കാരണം ഇവിടത്തെ സിനിമ കണ്ടു വളർന്ന കാണികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കാനും നമ്മൾ കഴിഞ്ഞ കാലത്തെ എടുത്തു വെച്ച് നമ്മളുടെ തെറ്റുകൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം അന്നത്തെ കാലത്തെ വ്യവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ പലപ്പോഴും ശാരദ എനിക്ക് വളരെ പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ്, പക്ഷെ അവർ പോലും ഹേമ കമ്മിറ്റിയുടെ സമയം വന്നപ്പോൾ അവർ പറഞ്ഞത് വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവർ ആ വ്യവസ്ഥയോട് അനുശീലനം ചെയ്യപ്പെട്ട് വന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരത് പറഞ്ഞത്. അപ്പൊ നമ്മൾ വ്യവസ്ഥയോടാണ് നമ്മൾ എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വ്യവസ്ഥയെ തിരുത്താനായിട്ടാണ് നമ്മൾ കലഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കലഹങ്ങളാണ്, നമ്മളെല്ലാം കൈയടിച്ച് പാസ്സാക്കലല്ലാതെ കലഹങ്ങളും വിമർശനങ്ങളും ഉണ്ടാവണം എന്ന് തന്നെയാണ് ടീച്ചർ പറഞ്ഞതിന്റെ സാരം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വളരെയധികം സന്തോഷം ടീച്ചറെ. താങ്ക് യു. ഒരു കാര്യം പറയാനാണ്, അത് ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ നിന്ന് എനിക്ക് അതിന്റെ കവർ ചിത്രം ഷീലയുടെ കണ്ണുകളായിരുന്നു ആദ്യം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാനത് എനിക്ക് ഭയങ്കരമായിട്ട് അതായിരുന്നു ഇഷ്ടം. ഞാനിതിപ്പോ കണ്ടിട്ടില്ല കവറ്, എന്നാലും അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിര നോട്ടം എന്നൊക്കെ പറയുമ്പോ ആ ഷീലയുടെ കണ്ണുകൾ വരെ, അപ്പൊ അത് വന്നപ്പോ ഞാൻ അതിനിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുമായിരുന്നു കവറ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ല എന്നാണ് എനിക്ക് എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ എനിക്കുണ്ടായിരുന്നു ആഗ്രഹം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാളില് കണ്ട ഉടനെ ഇത് ഷീലയുടെ കണ്ണാണ് എന്നുള്ള രീതിയിൽ പോകും എന്നുള്ള ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ചുണ്ടിന്റെ ഒരു പൊളിറ്റിക്സ്, അത് നമ്മളുടെ ബോധ്യങ്ങളെ തിരുത്തണം എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ അങ്ങനെ കണ്ടാൽ അതൊരു വോയറിസ്റ്റിക് അല്ലാതെ തന്നെ, ഒരു തുടുത്ത ചുണ്ട് കണ്ടാൽ ഒരു സെക്ഷുവൽ പ്ലഷർ അല്ലാതെ തന്നെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റണമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വോയറിസ്റ്റിക് ആയിട്ടല്ലാതെ തന്നെ നമുക്കത് അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് അത് വരുന്നത്. സത്യമായിട്ടും ഈ ആദ്യത്തെ കവർ കാണാനും നല്ലത് ഷീലയുടെ കണ്ണ് വെച്ചിട്ടുള്ള കവർ തന്നെയായിരുന്നു, പക്ഷെ ഈ രീതിയിൽ ഒരു പൊളിറ്റിക്സ് കൂടി അവിടെ ആലോചിക്കുകയായിരുന്നു. ഓക്കെ, താങ്ക് യു. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി വിട്ടുപോയി. ഞാൻ സോറി, ശ്രീവിദ്യയെ ഞാൻ വിട്ടുപോയി. അയ്യോ, ഒരിക്കലും വിട്ടുപോകാതെ വരുന്നുണ്ട്. വിട്ടുപോയി. പിന്നെ ഒരു സൂര്യ ഉണ്ട് കേട്ടോ, ഒരു സൂര്യ, കെ ജി ജോർജിന്റെ പറങ്കിമലയിൽ അഭിനയിച്ച സൂര്യ, പിന്നെ ആദാമിന്റെ വാരിയലിലൊക്കെ ഉണ്ടായിരുന്ന വളരെ ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ആരെങ്കിലും ചോദ്യങ്ങളുണ്ടോ? മാം ഇപ്പോ അവിടെ എത്തിയോ? എറണാകുളത്ത് എത്തിയോ? യാത്രയിലായിരുന്നു ഇത്രയും നേരം നമ്മൾ. ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു, ഹൈക്കോട്ടെ എത്തുന്നു, തോപ്പുംപടി എത്തണം. ഓ, പക്ഷെ ഇത്ര നേരം സംസാരിച്ചു ഡ്രൈവിംഗിന്റെ ക്ഷീണം അറിഞ്ഞില്ല. ഒരുപാട് സന്തോഷം മാം. പിന്നെ സാറിന് അമ്മ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ പറഞ്ഞിരുന്നു സാറ്. പിന്നീട് മാമിനെ വിളിച്ചോളും. ഇനി കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 1.5 മണിക്കൂറോളായി മാമിനെ നമ്മള് പിടിച്ചിരുത്തിയിരിക്കുന്നു. സ്നേഹ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി. ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നന്ദി പറയുന്നതിനായി 2ാം വർഷ BEd മലയാള വിദ്യാർത്ഥിനിയായ എന്റെ സഹപാഠിയുമായ കലാവതിയെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പുസ്തക നിരൂപണ പരിപാടിക്ക് ഔപചാരികമായി നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം.
ആദ്യമായി ഇന്നത്തെ പുസ്തക നിരൂപണത്തിൽ ഡോക്ടർ അനു പാപ്പച്ചൻ മാമിന്റെ പെൺതിര എന്ന പുസ്തകം നിരൂപണം ചെയ്ത എന്റെ പ്രിയ സഹപാഠിയായ ഡോക്ടർ അക്ഷയ TS ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അനു മാമിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇത്തരമൊരു അവതരണം നടത്താൻ സാധിച്ചു എന്നത് ഭാഗ്യമായി കൂടെ കരുതാവുന്നതാണ്. ആയതിനാൽ തന്നെ ഡോക്ടർ അനു പാപ്പച്ചൻ മാമിന് ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന നമ്മുടെ SNM ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിസ്നി PS മിസ്സിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന, പരിപാടിയെ അത്ര തന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്ന SNM ട്രെയിനിങ് കോളേജ് സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ KS കൃഷ്ണകുമാർ സാറിനും ഡോക്ടർ KS ഹീര മിസ്സിനും ലൈബ്രറിയൻ മോണിക PM മാമിനും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. വ്യാഴാഴ്ച വായനാഴ്ച സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള അക്ഷയോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടി വളരെ നല്ല രീതിയിൽ മോഡറേറ്റ് ചെയ്ത എൻ്റെ പ്രിയ കൂട്ടുകാരി സ്നേഹ KRനും നന്ദി പറയുന്നു. സ്വാഗതാശംസിച്ച എൻ്റെ സഹപാഠി അഖിലയ്ക്കും ഇന്നത്തെ പുസ്തക നിരൂപണം വിജയകരമാക്കുന്നതിന് കൂടെ നിന്ന എല്ലാവർക്കും, വായന ഇഷ്ടപ്പെടുന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.